നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ വാർത്തകളിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നലത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ കേരളത്തിൽ എവിടെ നോക്കിയാലും കാണാനാകുന്ന ഒരു കൂട്ടമാണ് ഈ തെരുവ് നായകൾ. ഈ തെരുവ് നായ ആക്രമണത്തിൽ കുഞ്ഞു കുട്ടികൾക്ക് മുതൽ വയസ്സായ പ്രായം ചെന്ന വളരെ മുതിർന്ന ആളുകൾക്ക് വരെ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചതും അല്ലെങ്കിൽ എത്ര പേർക്ക് കടിയേറ്റു എന്നതൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. കഴിഞ്ഞ ദിവസം ഈ വിഷയം സുപ്രീം കോടതിയിൽ എത്തുകയാണ്. സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ ഈ നായപ്രേമികളുടെ അഭിഭാഷകനോട് കോടതി ചോദിച്ച ചില ചോദ്യങ്ങൾ ഇപ്പോഴും വളരെ കാര്യമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അതായത് ഈ നായകൾ കടിക്കണമെന്ന മൂഡിലാണോ അല്ലയോ എന്ന് പൊതുജനം എങ്ങനെ അറിയുമെന്നാണ് കോടതി പ്രധാനമായും ചോദിക്കുന്നത്. മറ്റൊന്ന്, ഈ നായകൾക്ക് ഇനി കടുക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് കൗൺസിലിംഗ് നൽകണോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഈ വിഷയം വീണ്ടും കോടതിയുടെ പരിഗണനയിൽ വരികയാണ്. സ്വാഭാവികമായും കേരളത്തെ സംബന്ധിച്ചിടത്തോളം പലയിടങ്ങളിലും ഈ തെരുവുനായ ആക്രമണം അതിരൂക്ഷമായി നിൽക്കുന്ന സാഹചര്യമാണ്. തലസ്ഥാന നഗരി മുതൽ അങ്ങ് കാസർഗോഡ് വരെ നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും കോടതിയുടെ ഇന്നത്തെ പരാമർശങ്ങൾ അല്ലെങ്കിൽ നടപടികൾ എന്നൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിലാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എല്ലാ മുന്നണികളും തങ്ങളുടെ അണിയറയിൽ ഈ തന്ത്രങ്ങളൊക്കെ മെനയുന്ന ഒരു പെടാപ്പാട് പെടുകയാണ്. ഇപ്പോൾ LDFും UDFും ഒക്കെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. NDAയും സമാനമായ രീതിയിൽ പറയുന്നത് പോലെ എത്രയും പെട്ടെന്ന് തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും. അതിനുശേഷം കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകണമെന്നുള്ളതാണ് NDA അടക്കമുള്ള ഈ മുന്നണികളുടെ നീക്കം. മറ്റൊന്ന്, ഇടുക്കിയിൽ നിന്നുള്ള വാർത്തയാണ്. അതായത് ഈ ഉടുമ്പൻചോലയിലെ എപ്പോഴും CPMന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് MM മണി. ഇത്തവണയും MM മണി ഇല്ല എങ്കിൽ ഉടുമ്പൻചോലയിൽ അടിപതറും എന്നുള്ളൊരു ഭയം CPMന് ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വീണ്ടും മത്സരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ CPM ചെയ്യുന്നത്. അതിന് ചില ഇളവുകളൊക്കെ വരുത്താനുള്ള നീക്കവും അവരുടെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ വിജയ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശാജനകമായിട്ടൊരു കാര്യമാണ്. അതായത് നാളെ റിലീസ് ചെയ്യാതിരുന്ന ഈ ജനനായകൻ എന്ന വിജയുടെ അവസാനത്തെ ഒരു ചിത്രം, ആ ചിത്രത്തിൻ്റെ റിലീസ് എന്തായാലും മാറ്റിവെച്ചിരിക്കുന്നു. റിലീസ് മുടങ്ങി എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. കേസ് നാളെ കോടതിയുടെ മുൻപിൽ പരിഗണിക്കുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ആ റിലീസ് മുടങ്ങിയത് നിർമ്മാതാക്കൾ കഴിഞ്ഞ ദിവസം തന്നെ സ്ഥിരീകരിച്ചിരുന്നു. അത് വിജയ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, അല്ലെങ്കിൽ തിരിച്ചടി തന്നെയാണ്. എന്തായാലും ഈ TVK അടക്കമുള്ള പാർട്ടികൾ അത് വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധിക്കുകയും ചെയ്തു. അങ്ങനെ നിരവധി വാർത്തകൾ ഇനിയുമുണ്ട്. നമുക്ക് ആദ്യം തലക്കെട്ടുകൾ നോക്കിയിട്ട് വരാം. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയാൻ ഇടതു മുന്നണി. മേഖലാ ജാഥകൾ ഉൾപ്പെടെ തീരുമാനിക്കാൻ നാളെ LDF യോഗം. 110 സീറ്റ് എന്ന ലക്ഷ്യവുമായി കർമ്മ പദ്ധതി രൂപീകരിച്ച് സർക്കാരും ഭവന സന്ദർശനവുമായി മുന്നണിയും അംഗത്തട്ടിലേക്ക്. CPI സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കം. MM മണി വീണ്ടും മത്സര രംഗത്തേക്ക്. സീറ്റ് വിഭജനം വേഗത്തിലാക്കാൻ UDF. കൂടുതൽ സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ലീഗ് ഉറച്ചു നിന്നാൽ ഇതര സമുദായത്തിൽ നിന്നും സ്ഥാനാർത്ഥികളെ നിർത്തണമെന്ന് ലീഗിനോട് ആവശ്യപ്പെടാൻ കോൺഗ്രസ്. തിരുവനന്തപുരം സെൻട്രലിന് പുറമെ കോഴിക്കോട് കുന്ദമംഗലവും വേണമെന്ന് CMP. അടുത്തയാഴ്ച മുതൽ UDFൽ ഉഭയകക്ഷി ചർച്ചകൾ. ശബരിമല സ്വർണ്ണക്കേസിൽ A പത്മകുമാറിന്റെയും ഗോവർദ്ധന്റെയും ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. പങ്കില്ല എന്ന് ആവർത്തിച്ച പ്രതികൾ. ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ വിജിലൻസ് കോടതിയിൽ ഇന്ന് വാദം. തെരുവുനായയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സുപ്രീം കോടതിയിൽ വാദം തുടരും. കേന്ദ്ര സർക്കാരും മൃഗസ്നേഹികളും വാദങ്ങൾ നിരത്തും. കേസ് പരിഗണിക്കുന്നത് വിക്രംനാഥ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച്. മുനമ്പം തർക്കഭൂമി കേസ് ഇന്ന് വഖഫ് ട്രിബ്യൂണൽ പരിഗണിക്കും. താമസക്കാർക്ക് നോട്ടീസ് നൽകാതെയാണ് ഭൂമി വഖഫ് ലിസ്റ്റിൽ ചേർത്തത് എന്ന വിവരാവകാശ രേഖ ഇന്ന് ട്രിബ്യൂണലിന്റെ മുന്നിലെത്തും. അത്ലറ്റിക് ക്ലബിനെ തകർത്ത് ബാഴ്സലോണ സ്പാനിഷ് ലീഗ് ഫൈനലിൽ. വിജയം എതിരില്ലാത്ത 5 ഗോളുകൾക്ക്. ഇരട്ട ഗോളുകളുമായി റഫീഞ്ഞോ. ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് വാർത്തയിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയാനുള്ള പെടാപ്പെടുകയാണ് ഇടതുമുന്നണി, അല്ലെങ്കിൽ പുതിയ നീക്കങ്ങൾ അവർ നടത്തുകയാണ്. മേഖലാ ജാഥകൾ ഉൾപ്പെടെ തീരുമാനിക്കാനായി നാളെ ഇടതുമുന്നണിയുടെ യോഗം ചേരുകയാണ്. 110 സീറ്റ് എന്ന ലക്ഷ്യവുമായി കർമ്മ പദ്ധതി രൂപീകരിച്ച് സർക്കാരും ഭവന സന്ദർശനവുമായി മുന്നണിയും അംഗത്തട്ടിലിറങ്ങുന്നു. CPI സംസ്ഥാന നേതൃയോഗങ്ങൾക്കും ഇന്ന് തുടക്കമാകും. ഒപ്പം തന്നെ ടേം വ്യവസ്ഥകളിലെ ഇളവുകൾ ഉൾപ്പെടെ തീരുമാനിക്കും. അൻഫിലിറ്റ് ഡിസൂസ ചേരുകയാണ്. അൻഫിലിറ്റ്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടായി ഇടതു മുന്നണിക്ക് എന്നുള്ള ഒരു വിലയിരുത്തൽ അവരുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ട്. പക്ഷേ എന്തായാലും അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട്
കൂടുതൽ വർദ്ധിത വീര്യത്തോടുകൂടെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള നീക്കങ്ങൾ തന്നെയാണോ ഇപ്പോൾ CPM-ഉം പ്രത്യേകിച്ച് LDF-ഉം ഇപ്പോൾ മെനയുന്നത്? ഇന്നലെ മന്ത്രിസഭാ യോഗം ചേർന്നപ്പോഴാണ് മുഖ്യമന്ത്രി 110 സീറ്റുകൾ ലക്ഷ്യം വെച്ചിന് മുന്നേറണമെന്ന കർമ്മ പദ്ധതി തയ്യാറാക്കി മുന്നോട്ട് പോകാനായി മന്ത്രിമാർക്ക് നിർദ്ദേശം നൽകുകയും മന്ത്രിമാരെ പ്രത്യേകം തന്നെ കാണുകയും ചെയ്തു. മന്ത്രിസഭാ യോഗത്തിന് ശേഷം 3 മണിക്കൂർ നേരമാണ് മന്ത്രിമാർ ഓരോരുത്തരോടും മുഖ്യമന്ത്രി ചെലവഴിച്ചത്. അതായത് കൃത്യമായി 110 UDF 100 സീറ്റുകളാണ് UDF 100 സീറ്റുകൾ ലക്ഷ്യമിട്ടാണ് 2026 നേരിടുന്നുവെങ്കിൽ അതിന് ഒരു പടി കൂടി മുന്നിലായി LDF 110 സീറ്റുകൾ എന്ന ലക്ഷ്യവുമായി തെരഞ്ഞെടുപ്പിനായി തയ്യാറെടുക്കുന്നു. ഇതിൽ വികസന നേട്ടം 10 വർഷത്തെ ഭരണ നേട്ടം ജനങ്ങളിലേക്ക് എത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. ഭരണ നേട്ടങ്ങളിൽ ജനങ്ങൾക്ക് ഭരണവിരുദ്ധതയൊന്നുമില്ല, പക്ഷെ അത് വേണ്ട വിധേന ജനങ്ങളിൽ എത്തിക്കുന്നതിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. ആ വീഴ്ച ഇത്തവണ ഉണ്ടാകാൻ പാടില്ല. 50 ദിവസത്തെ കർമ്മ പദ്ധതികളിൽ ഊന്നിയുള്ള പ്രവർത്തനം ഏകോപനം പൂർണ്ണമായും മന്ത്രിമാർക്കാണ്. മന്ത്രിമാർക്ക് ഓരോരുത്തർക്കും ഓരോ ചുമതലയും വീതിച്ചു നൽകി ഈ പദ്ധതി മുഴുവൻ തയ്യാറാക്കിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടാണ് മുഖ്യമന്ത്രി മന്ത്രിമാർക്ക് വിശദീകരിച്ച് നൽകുകയായിരുന്നു. അതായത് കർമ്മ പദ്ധതിയുമായി സർക്കാരും നേരത്തെ തന്നെ ഭവന സന്ദർശനവുമായി താഴേക്ക് ഇറങ്ങിച്ചതിനാണ് ഇടതുമുന്നണിയും CPM-ഉം ഒക്കെ തീരുമാനിച്ചിരുന്നു. അങ്ങനെ സർക്കാരും മുന്നണിയും ഒറ്റക്കെട്ടായി ജനങ്ങളിലേക്ക് ഇറങ്ങി ഭരണ നേട്ടങ്ങളും വികസന നേട്ടങ്ങളും ഉൾപ്പെടെ ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണെങ്കിൽ 110 സീറ്റ് ഉറപ്പായി ലഭിക്കുമെന്നൊരു ആത്മവിശ്വാസവും ശുഭപ്രതീക്ഷയുമാണ്. മാത്രമല്ല അങ്ങനെ ഒരു അജണ്ട തയ്യാറാക്കി മുന്നോട്ട് പോകുമ്പോൾ അത് അണികൾക്ക് വലിയ രീതിയിലൊരു ആത്മവിശ്വാസവും അണികൾക്കൊക്കെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചോർന്നുപോയ വീര്യവും ഒക്കെ തിരികെ പിടിക്കാനാകുമെന്നൊരു കണക്കുകൂട്ടൽ കൂടിയുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ കർമ്മ പദ്ധതികൾ തയ്യാറാക്കി രംഗത്തിറങ്ങുന്ന നാളെ ഇടതുമുന്നണി യോഗം ചേരുകയാണ്. ഇടതുമുന്നണി യോഗത്തിൽ തന്ത്രങ്ങൾ, അതായത് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും ഒപ്പം തന്നെ പ്രചാരണത്തിൽ ഏതൊക്കെ വിഷയങ്ങൾ പ്രചാരണായുധമാക്കണം എന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം പ്രതിപക്ഷം വലിയ രീതിയിൽ എടുക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്നത് എങ്ങനെയെന്നത് അടക്കമുള്ള വിഷയങ്ങൾക്ക് LDF നാളെ ചർച്ച ചെയ്യുന്നു. ഒപ്പം മേഖലാ ജാഥകളൊക്കെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ മേഖലാ ജാഥകളുടെ ക്യാപ്റ്റന്മാരും അടക്കമുള്ള പ്രഖ്യാപനങ്ങളും തീരുമാനങ്ങളും ഒക്കെ ഉണ്ടാകും. ഇന്ന് CPI-യുടെ സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് തുടക്കമാവുകയാണ്. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റും നാളെ എക്സിക്യൂട്ടീവും ചേരുകയാണ്. CPI-യിൽ ഈ മന്ത്രിമാരുടെ ടേം വ്യവസ്ഥകളുടെ ഇളവ് നൽകാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. 2 ടേം എന്ന വ്യവസ്ഥകൾ ഇത്തവണ കർശനമാക്കുകയാണെങ്കിൽ പല പ്രമുഖരും മാറി നിൽക്കേണ്ടി വരും. അതുണ്ടാകാൻ പാടില്ല. സിറ്റിംഗ് മന്ത്രിമാരൊക്കെ തന്നെ നിലവിലെ 4 മന്ത്രിമാരും മത്സരിക്കുന്നു. അതേസമയം 4 ജനകീയരായവരൊക്കെ മാറ്റി നിർത്താൻ പാടില്ല എന്ന നിർദ്ദേശം വരുമ്പോൾ ഈ MLA-മാർ മത്സരിച്ച MLA-മാർക്ക് ജനസ്വാധീനവും ഒപ്പം തന്നെ അവരുടെ മണ്ഡലങ്ങളിൽ അവരുടെ പ്രവർത്തന മികവും ഒക്കെ CPI കണക്കിലെടുക്കും. അങ്ങനെ കണക്കിലെടുത്ത വിലയിരുത്തലിലൂടെ മാത്രമേ 27 സീറ്റുകളാണ് CPI-ക്കുള്ളത്. കഴിഞ്ഞ തവണ ഇത്തവണ 27 സീറ്റ്, കൂടുതൽ സീറ്റ് ആവശ്യപ്പെടില്ല. സീറ്റ് വച്ചുമാറലടക്കമുള്ള നിർദ്ദേശങ്ങൾക്കൊന്നും തന്നെ CPI തൽക്കാലം മുന്നോട്ട് വെക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. 27 ഏറ്റവും പ്രമുഖര് ജയസാധ്യതയും 100% ഉറപ്പുള്ള സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കുക, ഇതടക്കമുള്ള വിഷയങ്ങൾ ഇന്നും നാളെയും ചേരുന്ന CPI-യുടെ സംസ്ഥാന നേതൃയോഗം ഉണ്ടാകും. എന്തായാലും വലിയ സജ്ജീകരണങ്ങളോടുകൂടി തന്നെ തെരഞ്ഞെടുപ്പ് കളത്തിലിറങ്ങാനാണ് ഇടതുമുന്നണി തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് CPM-ഉം CPI ഇതിന്റെ ഭാഗമായി നാളത്തെ LDF യോഗം വളരെ നിർണായകമാണ്. ഇന്ന് CPI എക്സിക്യൂട്ടീവും നേതൃയോഗം ചേരുമ്പോൾ അതനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ നാളെ ചേർന്ന ഇടതുമുന്നണിയും CPI മുന്നോട്ട് വയ്ക്കുകയും ചെയ്യും. അൻഫിലിറ്റ്, അതോടൊപ്പം തന്നെ UDF-ലേക്ക് നമ്മൾ വരികയാണെങ്കിൽ കോൺഗ്രസ് വലിയ ആത്മവിശ്വാസത്തിലാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 100 സീറ്റ് ലഭിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. 85 ഷുവർ സീറ്റ് എന്നാണ് അവർ പറയുന്നത്. ഒപ്പം തന്നെ ഈ സീറ്റ് വിഭജന കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റ് ആവശ്യപ്പെടും എന്നുള്ള വാർത്തകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇനി അങ്ങനെ ആവശ്യപ്പെട്ടാൽ ഏത് രീതിയിലായിരിക്കും കോൺഗ്രസ് ലീഗിനോട് കാര്യങ്ങൾ ആവശ്യപ്പെടുക? ഒപ്പം തന്നെ മറ്റെന്തെങ്കിലും ഉപാധികൾ മുന്നിൽ വയ്ക്കാനുള്ള സാധ്യതയുണ്ടോ? ലീഗിൻ തീർച്ചയായും, അതായത് UDF-ന്റെ സീറ്റ് വിഭജന ചർച്ചകൾ 20-ാം തീയതിക്ക് മുന്നിൽ, അതായത് ജനുവരി 20-നുള്ളിൽ തന്നെ എല്ലാ ഉഭയകക്ഷി ചർച്ചകളും പൂർത്തിയാക്കണം. ഇനി ഒരു UDF യോഗത്തിലേക്ക് കടക്കുന്നില്ല. കാരണം ഇനി ഒരു മുന്നണി യോഗം ചേർന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഉടൻ തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉഭയകക്ഷി ചർച്ചകളിലേക്ക് കടക്കുകയാണ്. സ്വാഭാവികമായും ആദ്യം മുസ്ലിം ലീഗുമാരുടെ ഉഭയകക്ഷി ചർച്ച, അതിനുശേഷം ഓരോ ഘടകകക്ഷികളുമായുള്ള ഉഭയകക്ഷി ചർച്ചകളിലേക്ക് കടക്കുക. 20-ാം തീയതിക്ക് മുന്നിൽ പൂർത്തിയാക്കുക ചർച്ചകൾ പൂർത്തിയാക്കി സീറ്റുകളിൽ ധാരണയുണ്ടാക്കുക.
ഓരോ ഘടകകക്ഷികൾക്കും എത്ര സീറ്റുകൾ എന്നത് 20-ാം തീയതിക്കുള്ളിൽ ധാരണ ഉണ്ടാക്കുന്നു. അതിനുശേഷം ഓരോ സ്ഥാനാർത്ഥികളും ഓരോ ഘടകകക്ഷികളും അവരവരുടെ സ്ഥാനാർത്ഥികളുടെ ചർച്ചകളിലേക്ക് കടക്കുന്നു. അങ്ങനെയാണ് UDF എത്രയും വേഗം സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടക്കാൻ ഘടകകക്ഷികളോട് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം 100 സീറ്റുകൾ എന്ന ഉറച്ച ആത്മവിശ്വാസത്തിൽ തന്നെയാണ് UDF ഇത്തവണ കളത്തിലിറങ്ങുന്നത്. മുസ്ലിം ലീഗ് വളരെ നേരത്തെ തന്നെ കൂടുതൽ സീറ്റുകൾ വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. കഴിഞ്ഞ തവണ 25 സീറ്റുകളിൽ മത്സരിച്ചു. അതിൽ 15 ജയിച്ചിരുന്നു. കാരണം ഈ LDF അനുകൂലമായ ഒരു തരംഗം വലിയ രീതിയിൽ കേരളം മുഴുവൻ ആഞ്ഞു വീശിയപ്പോഴും ഇടത് കോട്ടകളിൽ വലിയ ഇളക്കമൊന്നും ഉണ്ടായില്ല എന്നാണ് അവർ പറയുന്നത്. കാരണം കോൺഗ്രസ് ആകട്ടെ 93 സീറ്റുകളിൽ മത്സരിച്ചപ്പോൾ 21 മാത്രമാണ് വിജയിച്ചത്. പക്ഷെ അങ്ങനെ കോൺഗ്രസ് വിജയിക്കുമ്പോഴാണ് 25 മത്സരിച്ച മുസ്ലിം ലീഗ് 15 വിജയിച്ചു എന്നുള്ളത്. അപ്പൊ ഇക്കുറി കൂടുതൽ സീറ്റ് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മലബാർ മേഖലയ്ക്ക് അപ്പുറത്തേക്ക് അവർക്ക് സ്വാധീനമുള്ള തെക്കൻ ജില്ലകളിലും മധ്യ കേരളം സ്വാധീനമുള്ള ചില മണ്ഡലങ്ങൾ ലക്ഷ്യമിട്ട് കൂടുതൽ സീറ്റ്. അപ്പോൾ കോൺഗ്രസ് അങ്ങനെ കൂടുതൽ സീറ്റ് വേണമെന്നൊരു ആവശ്യത്തിൽ ഉറച്ച് മുസ്ലിം ലീഗ് നിൽക്കുകയാണെങ്കിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്നല്ലാതെ ഇതര മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ മത്സരിച്ചാൽ മതി എന്നൊരു നിർദ്ദേശം ഉറപ്പായി നിൽക്കും. കാരണം കഴിഞ്ഞ തവണ കോഴിക്കോട് കുന്നമംഗലം ലീഗിന് കൊടുത്ത സീറ്റായിരുന്നു. പക്ഷെ അവിടെ മുസ്ലിം സമുദായത്തിൽ നിന്നല്ല ഇതര മുസ്ലിം വിഭാഗത്തിൽ നിന്നായിരുന്നു സ്ഥാനാർത്ഥി ഉണ്ടായത്. അതുപോലെ ഇത്തവണയും കൂടുതൽ സീറ്റുകൾ മുസ്ലിം ലീഗ് ആവശ്യപ്പെടുകയാണെങ്കിൽ ലീഗിലെ തന്നെ സ്ഥാനാർത്ഥിയായി ലീഗിന്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കും. പക്ഷെ അവർ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല, ഇതര മുസ്ലിം വിഭാഗത്തിൽ നിന്ന് നിർത്തും എന്ന് തീരുമാനിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശം അംഗീകരിക്കുകയാണെങ്കിൽ മാത്രം കൂടുതൽ സീറ്റുകൾ നൽകാം എന്നൊരു ചർച്ച കോൺഗ്രസിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ലീഗ് ആവശ്യപ്പെടുന്ന അത്രയും സീറ്റ് കോൺഗ്രസ് നൽകുമോ എന്നതിലും ഒരു സംശയം ഇപ്പോഴും നിൽക്കുന്നുണ്ട്. പക്ഷെ നേരത്തെ തീരുമാനിച്ചത് ലീഗുമായി വലിയ രീതിയിൽ ഒരു പിടിവാശിക്കും ബലപ്പെടുത്തത്തിന് തൽക്കാലം പോകേണ്ടതില്ല. കാരണം ഘടകകക്ഷികളെ അനുനയിപ്പിച്ച് കൂടെ കൊണ്ടുപോയാൽ മാത്രമേ ഈ 100 മേനി കൊയ്യുക എന്ന് പറയുന്ന ഒരു വലിയൊരു ലക്ഷ്യത്തിലേക്കും അജണ്ടയിലേക്കൊക്കെ പോകാൻ കഴിയുകയുള്ളൂ. അതേസമയം ലീഗിന് മുന്നിൽ ലീഗിന് കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ട ലീഗിലെ തന്നെ അല്ലെ മുസ്ലിം സമുദായത്തിന് അപ്പുറത്തേക്കുള്ള നിർത്തണമെന്ന് ഉദ്ദേശിച്ച് മുന്നോട്ട് വയ്ക്കുകയും ചെയ്യും. അപ്പോൾ തന്നെ CMP ഈ തിരുവനന്തപുരം സെൻട്രലിൽ CMP ആവശ്യപ്പെട്ടു. കഴിഞ്ഞ തവണയും 2014 2021 CMPക്ക് ഒരു സീറ്റ് മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ. അതിന് മുമ്പേക്ക് CMP 3 സീറ്റുകളിൽ മത്സരിച്ചിരുന്നു. പക്ഷെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പോടുകൂടി ഒറ്റ സീറ്റിൽ ഒതുങ്ങുകയല്ലോ. പക്ഷെ ഇക്കുറി അങ്ങനെ പാടില്ല, 2 സീറ്റ് വേണം എന്നൊരു ആവശ്യത്തിൽ CMP ഉറച്ചു നിൽക്കുന്നു. ആ സീറ്റുകൾ തിരുവനന്തപുരം സെൻട്രലും വേണം, ഒപ്പം കോഴിക്കോട് കുന്നമംഗലം ഈ 2 സീറ്റും തങ്ങൾക്ക് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. തിരുവനന്തപുരം സെൻട്രലിൽ കിട്ടിയില്ല എങ്കിൽ താൻ ഇനി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഉണ്ടാകില്ല എന്ന് CP ജോൺ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു. സ്വാഭാവികമായി ഉഭയകക്ഷി ചർച്ചകൾ നടക്കുമ്പോൾ ഈ തിരുവനന്തപുരം സെൻട്രലിൽ CP ജോൺ മത്സരിക്കാൻ തന്നെയാണ് ഏറെക്കുറെ കോൺഗ്രസ് തീരുമാനമെങ്കിൽ കൂടിയും. കാരണം തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിന്റെ പ്രത്യേകത ക്രൈസ്തവ വോട്ടുകൾ ഏറ്റവും കൂടുതൽ ഉള്ളൊരു മണ്ഡലമാണ്. അതുകൊണ്ട് അവിടെ നിർത്തണമെന്നാണ്. ഇനി സെൻട്രൽ ലഭിച്ചില്ലെങ്കിൽ താൻ ഇനി മത്സരരംഗത്ത് ഉണ്ടാവില്ല എന്നൊരു പിടിവാശി കൂടി CP ജോണും കാണിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ ഘടകകക്ഷികളുമായുള്ള എന്തായാലും ആകെ 140 സീറ്റാണ് സംസ്ഥാനത്ത് നിയമസഭയിലേക്കുള്ളത്. അപ്പോൾ എന്തായാലും 100 സീറ്റ് ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് UDFും മിഷൻ 100 എന്ന ഒരു മറ്റൊരു പദ്ധതിയുമായി, മിഷൻ 110 എന്ന ഒരു കർമ്മ പദ്ധതിയുമായി LDFും വരികയാണ്. ആർക്കായിരിക്കും ഭരണം കിട്ടുക എന്നറിയാൻ ഇനി എന്തായാലും കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തായാലും മുന്നണികളൊക്കെ തന്നെ സജീവമായി രാഷ്ട്രീയ ഈ മേഖലയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി അവർ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ തന്ത്രങ്ങൾ മെനയുന്ന തിരക്കിലുമാണ്. അൻഫിലിറ്റായിരുന്നു വിവരങ്ങൾ നൽകിയത്. ഇനി ഇടുക്കിയിലേക്ക് പോവുകയാണെങ്കിൽ MM മണി ഇടുക്കി ഉടുമ്പൻചോല മണ്ഡലത്തിൽ വീണ്ടും മത്സരിക്കും. വിജയസാധ്യത കണക്കിലെടുത്ത് ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകണമെന്നാണ് ജില്ലാ നേതൃത്വത്തിൻ്റെ ആവശ്യം. MC ബോബൻ ചേരുകയാണ്. ബോബൻ, ഈ ഉടുമ്പൻചോല MM മണി മത്സരിച്ചില്ല എങ്കിൽ നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ഒരു നിലയിലേക്കുള്ള വിലയിരുത്തലിൻ്റെ ഭാഗമായിട്ടാണോ വീണ്ടും അദ്ദേഹത്തെ മത്സരിപ്പിക്കാനും ഈ ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകണമെന്നുള്ള ആവശ്യം ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെടാൻ പോകുന്നതും? ലിവിൻ, ഇടുക്കി ജില്ലയിൽ CPM-നെയും LDF-നെയും സംബന്ധിച്ച് ഏറ്റവും ഉറപ്പുള്ള സീറ്റാണ് ഉടുമ്പൻചോല നിയോജക മണ്ഡലം. MM മണി കഴിഞ്ഞ 2 തവണയാണ് തുടർച്ചയായി അവിടെ നിന്ന് വിജയിച്ചത്. ആദ്യം വളരെ നിസ്സാരമായ ഭൂരിപക്ഷത്തിന്റെ 1000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് MM മണി അവിടെ നിന്ന് വിജയിച്ചതെങ്കിൽ കഴിഞ്ഞ തവണ 35,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം അവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത്. അത്തരത്തിൽ അതിനു മുൻപും 3 തവണ KK ജയചന്ദ്രൻ, ഇപ്പോഴത്തെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രൻ 3 തവണ വിജയിച്ച മണ്ഡലവും കൂടിയാണത്. അതുകൊണ്ട് തന്നെ
CPM-ന്റെ ഉറച്ച മണ്ഡലം എന്ന് ഉടുമ്പൻചോലയെ കുറിച്ച് പറയാം. എന്നാൽ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പോടുകൂടിയാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 10 പഞ്ചായത്തുകൾ, ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിലെ 10 പഞ്ചായത്തുകളിൽ 5 വീതം പഞ്ചായത്തുകളാണ് LDF-നും UDF-നും ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഉടുമ്പൻചോലയിൽ കാറ്റ് മാറി വീശുന്നു എന്ന ഒരു ആശങ്കയാണ് LDF-നെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് തന്നെയാണ് MM മണി തന്നെ വീണ്ടും മത്സരിക്കണം എന്ന ഒരു നിർദ്ദേശം ഇപ്പോൾ CPM ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. MM മണി മത്സരിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ആ നിയോജക മണ്ഡലം LDF-നെ കൈവിട്ടു പോകാൻ സാധ്യതയുണ്ട് എന്ന ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ CPM നേതൃത്വത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ വലിയ രീതിയിൽ MM മണിയെ അലട്ടുന്നുണ്ട്. അദ്ദേഹം മുമ്പ് തന്നെ താൻ ഇനി ഒരു തെരഞ്ഞെടുപ്പിന് ഉണ്ടാവില്ല എന്ന പ്രഖ്യാപനവും നടത്തിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലും MM മണി തന്നെ വീണ്ടും മത്സരിക്കണം എന്ന ഒരു ആവശ്യം ഇപ്പോൾ CPM മുമ്പോട്ട് വെച്ചിരിക്കുന്നു. MM മണി മത്സരിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ആ നിയോജക മണ്ഡലത്തിൽ മറ്റൊരു അനുയോജ്യനായ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയുന്നില്ല. മാത്രവുമല്ല MM മണിയെ പോലെ ജനസമ്മതിയുള്ള ഒരു നേതാവ് ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിൽ മത്സരിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ ആ നിയോജക മണ്ഡലത്തിൽ കൈവിട്ടു പോകും എന്ന ഒരു ആശങ്ക തന്നെയാണ് ഇപ്പോൾ CPM-ന്റെ മുമ്പിലുള്ളത്. ലിബിൻ, ശരി, എന്നാലും ഇടുക്കി ഉടുമ്പൻചോല മണ്ഡലത്തിൽ MM മണി വീണ്ടും മത്സരിച്ചേക്കും എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഈ വ്യവസ്ഥയിൽ, ടൈം വ്യവസ്ഥയിൽ ഇളവ് നൽകണമെന്ന ഒരു ആവശ്യം ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടേക്കും. കാരണം ഉടുമ്പൻചോല CPM-ന്റെ LDF-ന്റെ വളരെ ഉറച്ച സീറ്റാണ്. അത് ഒരുപക്ഷെ MM മണി അല്ല എങ്കിൽ നഷ്ടപ്പെട്ടു പോയേക്കാം എന്നുള്ള ഒരു ഭയം എന്തായാലും ഇടതു മുന്നണിക്കുള്ളിൽ ഉണ്ട് എന്നുള്ളതാണ്. MC ബോബനായിരുന്നു വിവരങ്ങൾ നൽകിയത്. ഇനി കോഴിക്കോട് ദേശീയപാതയിൽ ടോൾ പിരിവിലേക്ക് നീങ്ങുകയാണ്. വെങ്ങളം രാമനാട്ടുകര അറിയിച്ച് പന്തീരങ്കാവിലെ ടോൾ പ്ലാസയിൽ സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കി. ട്രയൽ റൺ ഇന്ന് തുടങ്ങുമെന്ന് ദേശീയപാത അതോറിറ്റി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. പന്തീരങ്കാവിൽ സ്ഥാപിച്ച ടോൾ പ്ലാസ ഔദ്യോഗിക രേഖകളിൽ ഒളവണ്ണ ടോൾ പ്ലാസ എന്നാകും ഇനി അറിയപ്പെടുക. കൂടുതൽ വിവരങ്ങളുമായി MM രാകേഷ് ചേരുകയാണ്. രാകേഷ്, ഗുഡ് മോർണിംഗ്. എന്തായാലും ടോൾ പിരിവിനുള്ള ട്രയൽ റണ്ണുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയായി എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് വിവരം? തീർച്ചയായിട്ടും ട്രയൽ റൺ ഏകദേശം ഇന്ന് ആരംഭിക്കുമെന്നുള്ളതാണ് ദേശീയപാത അതോറിറ്റി അറിയിച്ചിട്ടുള്ളത്. ഏകദേശം 1700 കോടിയോളം രൂപ ചെലവിലാണ് ഇത്തരത്തിലൊരു പന്തീരങ്കാവിൽ ടോൾ പ്ലാസ ഒരുക്കിയിട്ടുള്ളത്. നമുക്കറിയാം, ദേശീയപാത നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ തുക ചെലവായി എന്നുള്ളതാണ് ഈ ടോൾ പ്ലാസയുടെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് ഏകദേശം 19ഓളം ഫ്ലൈ ഓവറുകൾ വേണ്ടി വന്നു എന്നുള്ളതാണ്. 1700 കോടി രൂപ ചെലവിലാണ് ഇത്തരത്തിൽ ദേശീയപാത ഈ വെങ്ങളം രാമനാട്ടുകര റീച്ച് പൂർത്തിയാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 1 കിലോമീറ്ററിന് ഏകദേശം 63 കോടിയോളം രൂപ ചെലവായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നിരക്കുകളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഒരു സാധാരണ കാറ് പോലുള്ള വാഹനങ്ങൾക്ക് ഏകദേശം ഒരു വശത്തേക്ക് 90 രൂപയും 2 വശത്തേക്കുമായി വരുമ്പോൾ ഏകദേശം 300ഓളം രൂപയുമാണ് ടോൾ പിരിവ് വരുന്നത്. ഇതുകൂടാതെ വ്യത്യസ്ത നിരക്കുകളിലാണ് ഇത്തരത്തിൽ ഇപ്പോൾ ടോൾ തുക സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ദേശീയപാത അതോറിറ്റി വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഇതിനകത്ത് വരുന്ന ഒരു പ്രധാന നാട്ടുകാരുടെ പ്രശ്നമെന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് തൊട്ടടുത്തുള്ള വീടുകളിലേക്കും മറ്റും ആളുകൾക്ക് പോകുന്നതിനുള്ള ബുദ്ധിമുട്ടുകളും മറ്റുമുണ്ടായിരുന്നു. 20 കിലോമീറ്റർ പരിധിയിൽ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ചെറിയ ഇളവുകളും നൽകിയിട്ടുണ്ട്. പ്രതിമാസ പാസ് എന്നുള്ള രൂപത്തിൽ 345 രൂപയായിരിക്കും. അത്തരത്തിലുള്ള വാഹനങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ഈ ഒരു ദിവസം തന്നെ കടന്നു പോകാവുന്ന ഒരു സാഹചര്യവും ദേശീയപാത അതോറിറ്റി ഒരുക്കിയിട്ടുണ്ട്. അതേസമയം സർവീസ് റോഡുകളുടെ പ്രവൃത്തി പൂർണ്ണമായും തീർന്നിട്ടില്ല എന്നുള്ളതിനാൽ അത്തരത്തിലുള്ള ചില ആശങ്കകളും നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ട്. അത്തരത്തിൽ നേരത്തെ തന്നെ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. ഈ പ്രതിഷേധങ്ങളിലേക്ക് മറ്റു കാര്യങ്ങൾ നീങ്ങുമോ എന്നാണ് ഇനി ഈ ഒരു ട്രയൽ റൺ പൂർത്തിയാക്കി ടോൾ പിരിവ് ആരംഭിക്കുമ്പോൾ നമുക്ക് അറിയാനുള്ളത്. ശരി, എന്തായാലും ടോൾ പിരിവിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിട്ടുണ്ട്. എന്തായാലും ഇന്ന് ട്രയൽ റൺ ആരംഭിക്കുകയാണ്. MM രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. ഈ മണിക്കൂറിൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചിരിക്കുകയാണ്. പൂനെയിലാണ് അന്ത്യം. പശ്ചിമഘട്ട സംരക്ഷണത്തിനായി പോരാടിയ വ്യക്തിയാണ്. രാജ്യം പത്മഭൂഷൺ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. മാത്രമല്ല, ഈ കേരളത്തിൽ പ്രളയമുണ്ടാകുന്ന സമയത്ത് പശ്ചിമഘട്ട സംരക്ഷണത്തിൽ വരുത്തിയ വീഴ്ചകൾ അല്ലെങ്കിൽ ഉണ്ടായ പോരായ്മകളാണ് കേരളത്തിൽ പ്രളയമുണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് അദ്ദേഹം അന്ന് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ സംരക്ഷിക്കുന്നതിലും സംസ്ഥാന സർക്കാരിന് വലിയ വീഴ്ച പറ്റി. അങ്ങനെ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ പശ്ചിമഘട്ട നിരയ്ക്ക് വേണ്ടി പോരാടിയ ഒരു വലിയ വ്യക്തി കൂടിയാണ് അദ്ദേഹം. പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചു. പൂനെയിലായിരുന്നു അന്ത്യം. പശ്ചിമഘട്ട സംരക്ഷണത്തിനായി പോരാടിയ വ്യക്തിയാണ് അദ്ദേഹം. ഒപ്പം തന്നെ രാജ്യം പത്മഭൂഷൺ നൽകി ആദരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. KK പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, കേരളത്തെ സംബന്ധിച്ച് മാത്രമല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എപ്പോഴായിരുന്നു അന്ത്യം?
ലിജിന് ഏറ്റവും പ്രധാനപ്പെട്ടത് രാജ്യത്തെ സംബന്ധിച്ച പരിസ്ഥിതി മേഖലയിൽ ഇത്രയധികം നിർണായക നീക്കങ്ങൾ നടത്തുകയും ഒപ്പം തന്നെ നിർദ്ദേശങ്ങൾ വെക്കുകയും ചെയ്ത വേറൊരു വ്യക്തി ഇല്ല എന്നുള്ളതാണ്. നമുക്കറിയാം, കേരളത്തെ സംബന്ധിച്ച് മാത്രമല്ല, കേരളം ഗോവ മുതൽ ഇങ്ങോട്ട് പശ്ചിമഘട്ട മേഖലയുമായി പ്രധാനമായും ബന്ധപ്പെട്ട് കിടക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. ആ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും പ്രധാനമായി അദ്ദേഹത്തിന്റെ നിലപാടുകൾ നിർണായകമാകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പൂനെയിൽ ജനിച്ച അദ്ദേഹം പിന്നീട് പല വിഷയങ്ങളിലും ബിരുദാനന്തര ബിരുദമൊക്കെ എടുക്കുകയും അതിനുശേഷം ബംഗളൂരുവിൽ പഠിക്കാൻ എത്തുന്നു. അവിടെ ബിരുദമെടുക്കുകയും അവിടെ പഠിപ്പിക്കാനായി എത്തുകയാണ് ചെയ്തത്. അവിടെ വെച്ച് അദ്ദേഹം അവിടെ ഒരു പരിസ്ഥിതി ഡിപ്പാർട്ട്മെന്റ് തന്നെ തുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അന്ന് മുതൽ തന്നെ പരിസ്ഥിതി മേഖലയുമായി ബന്ധപ്പെട്ട നിർണായക ഇടപെടലുകൾ നടത്തി തുടങ്ങുകയായിരുന്നു മാധവ് ഗാഡ്ഗിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവിടെ നിന്നിങ്ങോട്ട് രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട മേഖലകളിൽ ഇടപെടാൻ കഴിയുന്ന തരത്തിലുള്ള ചില നിർണായക നീക്കങ്ങൾ നടക്കുകയും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയും ഒക്കെ അദ്ദേഹം ചെയ്തു എന്നുള്ളത് കൂടിയാണ് എടുത്തു പറയേണ്ട കാര്യം. പിന്നീടാണ് 2010 ഇത്തരത്തിലൊരു കമ്മിറ്റി, മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി വരുന്നത്. ആ കമ്മിറ്റി 14 അംഗങ്ങളുള്ള ഒരു കമ്മിറ്റിക്ക് ദേശീയ ഹരിത ട്രിബ്യൂണൽ രൂപം നൽകുന്നു. അതായത് പശ്ചിമഘട്ട മലനിരകളുമായി ബന്ധപ്പെട്ട ഏതൊക്കെ തരത്തിലുള്ള നീക്കങ്ങളാണ് ഈ നടക്കേണ്ടത്, എന്താണ് അവിടുത്തെ സാഹചര്യം, ഏതൊക്കെ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാകണം തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ച വിശദമായൊരു പഠന റിപ്പോർട്ട് സമർപ്പിക്കാനുള്ളത് തന്നെയായിരുന്നു ആ നീക്കം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ 14 അംഗ സമിതി രൂപീകരിക്കുന്നു. ആ സമിതിയാണ് പിന്നീട് പരിസ്ഥിതി സംരക്ഷണ നിയമപ്രകാരം ഏതൊക്കെയാണ് പരിസ്ഥിതി ലോല മേഖലകൾ എന്ന് കണ്ടെത്തുകയും അത് സംബന്ധിച്ച അതിരുകൾ കണ്ടെത്തുകയും ഒക്കെ ചെയ്തത്. പശ്ചിമഘട്ടം പൂർണ്ണമായും സംരക്ഷിക്കുകയും ഒപ്പം തന്നെ നിലവിൽ ഏതെങ്കിലും തരത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടെങ്കിൽ അത് പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുക എന്നു തന്നെയായിരുന്നു ആ സമിതിയുടെ ഉദ്ദേശം. അങ്ങനെ 2011 സെപ്റ്റംബറിൽ ആ സമിതി റിപ്പോർട്ട് സമർപ്പിക്കുന്നു. പക്ഷെ ആ റിപ്പോർട്ടിൽ മേൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരു തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഓരോ മേഖല തിരിച്ച് ഏത് മേഖലകളിൽ എത്രത്തോളം ഖനനങ്ങൾ നടത്താം, എത്രത്തോളം ആളുകൾക്ക് കയറി ചെല്ലാൻ കഴിയും, ഏതൊക്കെ തരത്തിലുള്ള നിർമ്മാണങ്ങൾ നടത്താം തുടങ്ങിയ കാര്യങ്ങൾ വളരെ വിശദമായി അക്കാര്യത്തിൽ പറഞ്ഞിരുന്നു. പക്ഷേ ഒരു തരത്തിലും ഒരു സർക്കാരുകളും അക്കാര്യത്തിൽ ഒരു നിർണായക തീരുമാനങ്ങൾ എടുക്കുകയുണ്ടായില്ല. ഒടുവിൽ ആ റിപ്പോർട്ടിന്റെ അകത്ത് എന്താണെന്ന് പോലും അറിയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഡൽഹി ഹൈക്കോടതിയിലെ ഇടപെടൽ ഉണ്ടാകുന്നു. അങ്ങനെ പൗരാവകാശ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡൽഹി ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ആ റിപ്പോർട്ട് സംബന്ധിച്ച് 552 പേജുള്ള മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ ആ റിപ്പോർട്ടുകൾ ലഭ്യമാണ്. അതിനുശേഷം ഇങ്ങോട്ട് അതുമായി ബന്ധപ്പെട്ട മറ്റു നീക്കങ്ങളും ഇല്ല. കേരളത്തിലടക്കം വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. അന്ന് മാധവ് ഗാഡ്ഗിൽ പറഞ്ഞത് ഈ പരിസ്ഥിതി ലോല മേഖലകളിൽ ഇപ്പോൾ നടത്തുന്ന കയ്യേറ്റങ്ങൾ അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും. അത് ഉണ്ടാക്കുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ ഉണ്ടായിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, അതിനൊരുപാട് വർഷങ്ങളുടെ കാത്തിരിപ്പ് വേണ്ടിവരില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഞാനും നിങ്ങളുമൊക്കെ ജീവനോടെ ഉണ്ടാകും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അത് യാഥാർത്ഥ്യമായി എന്നുള്ളതാണ് നമുക്ക് വയനാട്ടിലെ മുണ്ടക്കൈ ദുരന്തം, അതിനു മുമ്പുള്ള മറ്റ് പുത്തുമല അടക്കം വിവിധ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ള ദുരന്തങ്ങളൊക്കെ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് അങ്ങനെ തന്നെയാണ്. ആ വാക്കുകൾ നിലവിൽ ഈ പരിസ്ഥിതി ലോല മേഖലയുമായി ബന്ധപ്പെട്ട അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ കൃത്യമായി പഠിച്ചതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു ആ വാക്കുകൾ എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. അതോടൊപ്പം തന്നെ അതിനുശേഷം പിന്നീട് അതായത് ഈ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 14 താലൂക്കുകളെ 3 തരം പരിസ്ഥിതി ലോല സോണുകളായി തിരിച്ചുകൊണ്ടായിരുന്നു നിർദ്ദേശമുണ്ടായിരുന്നത്. പിന്നീട് വലിയ തരത്തിലുള്ള പ്രതിഷേധം കേരളത്തിലടക്കം മുന്നോട്ട് വെക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. തുടർന്ന് കസ്തൂരി രംഗൻ, അതായത് ഈ റിപ്പോർട്ട് അതിൽ കുറെ കൂടി ലഘൂകരിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായി കസ്തൂരി രംഗൻ റിപ്പോർട്ട് വരുന്നു. പക്ഷെ ആ റിപ്പോർട്ടിലും ഈ സമാനമായ ചില സാഹചര്യങ്ങൾ വരുന്നു. പക്ഷെ അതിലും പ്രതിഷേധം ഉണ്ടാകുന്നു. പക്ഷേ എടുത്തു പറയേണ്ടത് അന്ന് എന്താണോ ഇപ്പോൾ പരിസ്ഥിതി പ്രവർത്തകൻ ഹരീഷ് വാസുദേവൻ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ഹരീഷ്, ഈ പശ്ചിമഘട്ടത്തിന്റെ കാവൽക്കാരൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചിരിക്കുകയാണ്. താങ്കൾ എങ്ങനെയാണ് ഈ ഒരു വിയോഗത്തോട് പ്രതികരിക്കുക? ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാരുടെ മുൻഗണനയിലാണ്, 1ാം നിരയിലാണ് ഡോക്ടർ മാധവ് ഗാഡ്ഗിലിന്റെ സ്ഥാനം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അദ്ദേഹം പരിസ്ഥിതി രംഗത്തിന് നൽകിയ സേവനങ്ങൾ അത്ര വലുതാണ്. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി രംഗത്തെ ഏറ്റവും വലിയ അവാർഡ് കിട്ടിയതുകൊണ്ടോ അല്ലെങ്കിൽ പത്മഭൂഷൺ കിട്ടിയതുകൊണ്ടോ അല്ല ഞാനിത് പറയുന്നത്. അദ്ദേഹം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച പരിസ്ഥിതി ശാസ്ത്രത്തോട് അങ്ങേയറ്റം കടപ്പാടുള്ള, അതിൽ ആത്മാർത്ഥതയുള്ള, അതിൽ സർക്കാരുകളുടെ മുഖമോ കൊടിയുടെ നിറമോ ഒന്നും നോക്കാതെ തന്റെ അഭിപ്രായം പറഞ്ഞിട്ടുള്ള, അതിനുവേണ്ടി നിന്നിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞൻ കൂടിയാണ് ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ. അദ്ദേഹം UPA സർക്കാരിന്റെ അഡ്വൈസറായി പ്രവർത്തിക്കുന്ന സമയത്ത് ശക്തമായി വാദിച്ചതിന്റെ പേരിലാണ് നമുക്കിന്ന് ജൈവ വൈവിധ്യ നിയമം പോലെയുള്ള നിയമങ്ങൾ പാർലമെന്റിൽ പാസ്സായിട്ടുള്ളത്. ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി പശ്ചിമഘട്ടം ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ അതീവ പരിസ്ഥിതി മേഖലകൾ എങ്ങനെ സംരക്ഷിക്കണം എന്നതിനു വേണ്ടി തന്റെ ജീവിതത്തിലുടനീളം
ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് അതിന്റെ പരിഹാരങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞൻ കൂടിയാണ്. ശാസ്ത്രത്തെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ട് എങ്ങനെ പരിസ്ഥിതി സംരക്ഷണം സാധ്യമാക്കാനാണ് അദ്ദേഹം തന്റെ ജീവിതകാലം ഉടനീളം ശ്രദ്ധിച്ചത്. അദ്ദേഹം അതിന് സർക്കാരുകളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കിയില്ല എന്നുള്ളിടത്താണ് അദ്ദേഹത്തിന്റെ മഹത്വം. അദ്ദേഹം സ്ഥാനമാനങ്ങൾ വലിച്ചെറിയുകയായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാടുകൾ പറഞ്ഞതിന്റെ പേരിൽ. പശ്ചിമഘട്ട സംരക്ഷണത്തിന്റെ പേരിൽ ഒരു ഘട്ടത്തിൽ സർക്കാരിനോട് നേർക്കുനേർ നിന്ന് പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി വാദിക്കുകയും അതിന്റെ പേരിൽ മറ്റ് സ്ഥാനമാനങ്ങൾ ഒഴിവാക്കുകയും ചെയ്ത ഒരു മഹത് വ്യക്തിയാണ് അദ്ദേഹം. അങ്ങനെയുള്ള വ്യക്തിത്വം പോവുക എന്ന് പറയുന്നത്, നമ്മളെ വിട്ടുപോവുക എന്ന് പറയുന്നത് സത്യത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അല്ല, ലോകത്തിന് തന്നെ ഇത്തരം മാതൃകകൾ വളരെ കുറവായ ഒരു കാലത്ത്, പ്രത്യേകിച്ച് ആരവല്ലി പോലെയുള്ളത് വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു കാലത്ത് വലിയ നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിന്റെ വിയോഗം എന്ന് പറയുന്നത്. ശ്രീഹരീഷ്, ഒരു കാര്യം കൂടി, ഈ 2018 പ്രളയത്തിന് ശേഷം നമ്മൾ എപ്പോഴും ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം നമ്മുടെ മുൻപിൽ മനസ്സിൽ വരുന്ന ഒരു പേരാണ് മാധവ് ഗാഡ്ഗിൽ. മാത്രമല്ല അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കേരളത്തെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാണ്, അതിന് വലിയ വർഷങ്ങളൊന്നും വേണ്ട, അന്ന് നിങ്ങൾ മനസ്സിലാക്കും ആരാണ് കള്ളം പറയുന്നത്, ഭയപ്പെടുത്തുന്നത് എന്നതൊക്കെ. അതുപോലെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ കൃത്യമായിട്ടുള്ള പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ ഒരു വ്യക്തിയാണ് നമുക്കിപ്പോൾ നഷ്ടമാവുന്നത്. അദ്ദേഹത്തിൻ്റെ വിയോഗം കേവലം ഒരു വിയോഗം എന്ന് നമുക്ക് പറഞ്ഞു വയ്ക്കാനും സാധിക്കില്ല. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുകളിലുടനീളം അദ്ദേഹം വളരെ കർക്കശമായി പാലിച്ചു പോകുന്നത് ശാസ്ത്രത്തിന്റെ രീതികളായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ശാസ്ത്രീയമായ പഠനങ്ങൾക്ക് ശേഷമാണ് അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നത്. ഇപ്പൊ കവളപ്പാറ പോലെയുള്ള പ്രദേശങ്ങൾ, മേപ്പാടി പോലെയുള്ള പ്രദേശങ്ങൾ അദ്ദേഹം പേരെടുത്ത് 2010 അദ്ദേഹം തയ്യാറാക്കിയ റിപ്പോർട്ടുകളിൽ പേരെടുത്ത് എഴുതിയ പ്രദേശങ്ങളാണ്. അന്ന് കേരളത്തിലോ ഇന്ത്യയിലുള്ള ആളുകൾക്ക് മേപ്പാടി എന്ന പ്രദേശം അറിയുമോ എന്ന് നമുക്കറിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ അത് വളരെ വ്യക്തമായിട്ട് ഇത്തരം പ്രദേശങ്ങൾ അതീവ പരിസ്ഥിതി ദുർബലമായിട്ടുള്ള പ്രദേശങ്ങളാണ് എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം 2010 മുതൽ 2015 വരെ കേരളത്തിൽ പലയിടങ്ങളിലും നടന്ന് ആളുകൾക്കിടയിൽ സംസാരിക്കുകയും പ്രസംഗിക്കുകയും അവരോട് സംവദിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് പശ്ചിമഘട്ടം വലിയ പ്രതിസന്ധി നേരിടുന്നു, അതിന്റെ പരിണിതഫലം അനുഭവിക്കുന്നത് ജനങ്ങൾ നേരിട്ടായിരിക്കും, കുടിവെള്ളത്തിന്റെ രൂപത്തിലും അല്ലെങ്കിൽ ദുരന്തത്തിന്റെ രൂപത്തിലും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആഘാതം കുറയ്ക്കുന്ന നടപടികൾ ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അത് നമ്മൾ പിന്നീട് പല രൂപത്തിൽ കാണുകയുണ്ടായി. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് തന്നെ അദ്ദേഹം പറഞ്ഞത് സത്യമാണ് എന്ന ആളുകൾക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് അതിൽ ഒരു നല്ല കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. അദ്ദേഹത്തോട് കേരളം ഒരു ഘട്ടത്തിൽ മാപ്പ് പറയുക കൂടെ ചെയ്തു നമ്മൾ കേട്ടതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കാർക്കശ്യമുണ്ടായിരുന്ന ഈ വിഷയത്തിൽ കാർക്കശ്യമുണ്ടായിരുന്ന ഒരു പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ്. തീർച്ചയായിട്ടും അത് ഒരുപാട് ചോദ്യങ്ങൾ ഇനി അവശേഷിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വിയോഗം. ശരി, വളരെയധികം നന്ദി ശ്രീ ഹരീഷ് പ്രതികരിച്ചതിന്. കെ പ്രശാന്ത് തുടരുന്നുണ്ട്. പ്രശാന്ത്, ഇവിടെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ നിലപാടുകൾ മാത്രമല്ല, ഈ എല്ലാ വശവും പഠിച്ചതിന് ശേഷം, എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം അത് കൃത്യമായി അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ ഒരു അവഗാഹം എന്ന് പറയുന്നത് വളരെ മികച്ചതാണ്. മാത്രമല്ല, വരാൻ പോകുന്ന സമയങ്ങളിൽ കേരളത്തിൽ അല്ലെങ്കിൽ സംസ്ഥാനത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുക, പശ്ചിമഘട്ടം നഷ്ടമായാൽ, നശിപ്പിച്ചാൽ ഏതൊക്കെ തരത്തിലത് പ്രകൃതിക്ക് ദോഷകരമാകും, മനുഷ്യനത് ദോഷകരമാകും എന്നതൊക്കെ തന്നെ കൃത്യമായി പഠിച്ച് അത് അവതരിപ്പിച്ച ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. എന്തായാലും ഒരു ഘട്ടത്തിലെങ്കിലും കേരളം അദ്ദേഹത്തോട്, അല്ലെങ്കിൽ ഒരു വിഭാഗമെങ്കിലും അദ്ദേഹത്തോട് പല അഭിപ്രായ വ്യത്യാസങ്ങളും കാണിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ വയനാട് ദുരന്തമൊക്കെ നമ്മൾ കണ്ടപ്പോൾ വീണ്ടും നമ്മൾ ചർച്ച ചെയ്ത ഒരു പേര് കൂടിയാണ് അദ്ദേഹത്തിൻ്റേത്. ലിജിൻ, തീർച്ചയായും, അതായത് ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം നിലപാടുകൾ മുന്നോട്ട് വെച്ച സമയത്ത് തന്നെ വലിയ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടായത്. പ്രത്യേകിച്ച് ഈ പറയുന്നത് പോലെ പരിസ്ഥിതി സ്നേഹികളായ ആളുകൾ ഉള്ള ഒരു സ്ഥലമാണ് കേരളം. പക്ഷെ അങ്ങനെ ചിന്തിക്കുമ്പോഴും സാധാരണ ജനവിഭാഗങ്ങൾ അതിനെ ആ രീതിയിൽ കണ്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ അദ്ദേഹം വെച്ച ചില നിർദ്ദേശങ്ങളിലൂടെ ആ സമയത്ത് നടപ്പാക്കുന്നതിലുള്ള ചില പ്രായോഗിക പ്രശ്നങ്ങളാണ് സംസ്ഥാന സർക്കാരുകൾ മുന്നോട്ട് വെച്ചതെങ്കിൽ പോലും അത് ഭാവിയിൽ ഉണ്ടാക്കാൻ പോകുന്ന വലിയ പ്രത്യാഘാതമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പശ്ചിമഘട്ടം എന്ന് പറയുന്നത് കേരളത്തിന്റെ മാത്രമല്ല, ആ മേഖലയിലാകെ തന്നെയുള്ള ഒരു സംരക്ഷിത മേഖലയാണ്. ആ പ്രദേശങ്ങളിലാകെയുള്ള ജനജീവിതത്തെ പിന്നീട് സംരക്ഷിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അതിൽ അദ്ദേഹം, നമുക്കറിയാം, ഇടുക്കിയിലടക്കം പല സ്ഥലത്തും ഉരുൾപൊട്ടലും വലിയ പ്രശ്നങ്ങളും ഉണ്ടായ സമയത്ത് അന്ന് അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ട് തന്റെ റിപ്പോർട്ടിനെ എതിർത്തു, ആ എതിർത്ത ആളുകൾ ഇപ്പോഴും സുഖമായി ഇരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മറിച്ച് താൻ എന്താണോ, ആരെയാണ് അത് ബാധിക്കുമെന്ന് പറഞ്ഞത്, ആ ബാധിച്ച ആളുകൾ ഇപ്പോഴും മണ്ണിലടിയിലാണ് എന്നുള്ളതാണ്
അദ്ദേഹം പറഞ്ഞു വെച്ചത്. അങ്ങനെ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇത് കൃത്യമായി അറിയാമായിരുന്നു. അത്രയധികം അതുമായി ജൈവ വൈവിധ്യ മേഖലയിലുള്ള ശാസ്ത്രജ്ഞനും കൂടിയാണ്. അദ്ദേഹത്തിന് അറിയാം ഏത് തരത്തിലാണ് ജീവജാലങ്ങൾക്കിടയിൽ പ്രകൃതിയിൽ വിള്ളലുകൾ ഉണ്ടാവുക എന്ന് വളരെ കൃത്യമായി പഠിച്ച ശേഷമാണ് ഇത്തരമൊരു റിപ്പോർട്ട് 552 പേജുള്ള റിപ്പോർട്ട് അദ്ദേഹം സമർപ്പിച്ചത്. അതിന്റെ വിശദാംശങ്ങളിലേക്കോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അതിലെ പ്രായോഗിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് വേണ്ട രീതിയിൽ മനസ്സിലാക്കുകയോ അത് ഏതൊക്കെ തരത്തിൽ നടപ്പിലാക്കാം എന്ന് പോലും ഒരു ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ആ ഘട്ടത്തിൽ പരിശോധിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ എടുത്തു പറയേണ്ടത് കേരളത്തെ സംബന്ധിച്ച് അദ്ദേഹം മുന്നോട്ട് വെച്ച ചില നിലപാട് പശ്ചിമഘട്ടം പ്രളയകഥ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. ആ കഥയിൽ തന്നെ അതിന് പേരിടാൻ തന്നെ കാരണം എത്രത്തോളം ആഴത്തിൽ അദ്ദേഹം പശ്ചിമഘട്ടത്തെ അടുത്തറിഞ്ഞിരുന്നു എന്നുള്ളത് കൊണ്ട് കൂടിയാണ്. അതിനുശേഷം നമ്മൾ കേരളത്തിലേക്ക് നോക്കും. കേരളത്തിൽ ഉണ്ടായി വന്ന ഈ പരിസ്ഥിതി പ്രവർത്തകരായി നിൽക്കുന്ന ഇപ്പോഴത്തെ ആളുകൾ ഒരു കഴിഞ്ഞ തലമുറയിലാണെങ്കിലും ഈ തലമുറയിലാണ് ഉള്ള ആളുകളുടെ ഒരു പ്രചോദനം എന്ന് പറയുന്നത് മാധവ് ഗാഡ്ഗിൽ തന്നെയാണ്. അവരെല്ലാവരും ഉയർത്തി കാണിച്ചതും അവരുടെ ഒരു പാത തെളിച്ചതും ഒക്കെ മാധവ് ഗാഡ്ഗിലാണ്. നമുക്കറിയാം CPIയുടെ അകത്തുണ്ട്, കോൺഗ്രസിന്റെ അകത്തുണ്ട്, CPM-ന്റെ അകത്തുണ്ട്, ഒരുപക്ഷെ ഇടതുപക്ഷക്കാരായ നിരവധി ആളുകളും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ VM സുബീറിനെയൊക്കെ പോലെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഈ പരിസ്ഥിതി മേഖലകളിലേക്കും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യകതയൊക്കെ തന്നെ വളരെ കൃത്യമായി ഊന്നി പറയുമ്പോൾ അതിനൊക്കെ തന്നെ കരുത്ത് പകർന്നതൊക്കെ തന്നെ മാധവ് ഗാഡ്ഗിലാണെന്ന് പറയേണ്ടി വരും. ഒരുപക്ഷെ ഇപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്ന നിരവധിയായ വിഷയം, ഇപ്പോൾ ആരവല്ലി വിഷയം നിലനിൽക്കുന്നു, ആരവല്ലിയുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധങ്ങൾ നിൽക്കുന്നു. ആ ഘട്ടത്തിൽ അതായത് പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട തന്നെയാണ് ആരവല്ലിയുടെ ഭാഗം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി നമുക്കറിയാം പ്രശാന്ത് ഒരു നിമിഷം പ്രശാന്തിലേക്ക് വരാം. ഇപ്പോൾ പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീധർ രാധാകൃഷ്ണൻ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീധർ രാധാകൃഷ്ണൻ, നമുക്ക് രാവിലെ തന്നെ വളരെ ദുഃഖകരമായ വാർത്തയാണ്. ഈ പശ്ചിമഘട്ട സംരക്ഷണം അതിനുവേണ്ടി ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിച്ച മാധവ് ഗാഡ്ഗിൽ വിട പറഞ്ഞിരിക്കുകയാണ്. താങ്കൾ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന മണ്ഡലവും ഒക്കെ അനുസ്മരിക്കുക? എനിക്ക് തോന്നുന്നു ഈ ചില കാലങ്ങളിൽ നമുക്ക് ഈ നമ്മളെ രക്ഷിക്കാനൊക്കെ വരുന്ന ചില ഈ നമ്മൾ പറയുന്ന ജന്മം എടുക്കും എന്നൊക്കെ പറയുന്നത്, അവതാരം എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു മനുഷ്യനാണെന്ന് വേണം പറയാൻ. കാരണം ആ സമയത്ത് കേരളം ഒട്ടും തന്നെ അന്ന് നമുക്ക് ഈ പശ്ചിമഘട്ടത്തെക്കുറിച്ച് നമ്മളന്ന് സൈലന്റ് വാലി ഇതിനെക്കുറിച്ചായാലും അന്ന് ഡാമുകൾ പാത്രക്കടവ് ഡാം ഉണ്ടാക്കാൻ നോക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു സമയം എല്ലാം കഴിഞ്ഞ് വരുമ്പോഴാണ് ജയറാം രമേശ് പരിസ്ഥിതി മന്ത്രി ആയിരിക്കുമ്പോൾ ഡോക്ടർ മാധവ് ഗാഡ്ഗിലിനെ ചെയർമാൻ ആക്കിക്കൊണ്ട് വെസ്റ്റേൺ ഗാർഡ്സ് ഇക്കോളജി എക്സ്പേർട്ട് പാനൽ ഉണ്ടാക്കുന്നത്. നമ്മുടെ കേരളത്തിൽ നിന്ന് ഡോക്ടർ VS വിജയനും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ. അപ്പോ ആ സമിതി ശരിക്കും ഇതിന്റെ നമ്മുടെ കേരളത്തിന്റെ നിലനിൽപ്പ് ഒരു ലൈഫ് ലൈൻ ആണ് ഈ വെസ്റ്റേൺ ഗാർഡ്സ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ സാമൂഹികമായി പാരിസ്ഥിതികമായിട്ടും ഒക്കെ തന്നെ പഠിച്ചിട്ടാണ് ഈ വെസ്റ്റേൺ ഗാർഡ്സ് ഇക്കോളജി എക്സ്പെർട്ട് പാനൽ റിപ്പോർട്ട് ഉണ്ടാക്കുന്നത്. പക്ഷെ ആ റിപ്പോർട്ട് ഉണ്ടാക്കുമ്പോൾ വെറും റിപ്പോർട്ടായിട്ട് ഇത് നിൽക്കാതെ ഈ ടീം തന്നെ കേരളത്തില് എല്ലാ പ്രദേശങ്ങളിലൊക്കെ പോയിട്ട് ഇതിന്റെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങൾക്ക് മനസ്സിലാക്കി തരാനും ഇത് എന്തുമാത്രം ഡീസെൻട്രലൈസ്ഡ് ആയിട്ട്, അതായത് ജനകീയമായിട്ട് ജനങ്ങളോട് ചർച്ച ചെയ്ത് വേണം നടപ്പാക്കാനെന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചെങ്കിലും മലയാളികൾക്ക് ഇത് മനസ്സിലായില്ല എന്നുള്ളതാണ്. മലയാളികൾക്ക് എന്ന് പറയുമ്പോൾ മലയാളികളെ റെപ്രസെന്റ് ചെയ്യുന്ന അന്നത്തെ രാഷ്ട്രീയക്കാർക്ക്, മുഖ്യമന്ത്രി അടക്കമുള്ള അന്ന് ഉണ്ടായിരുന്ന ആർക്കും തന്നെ ഇത് മനസ്സിലായില്ല എന്നും കേരളത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി സംസാരിക്കുന്ന ഒരു സംഘമാണെന്നും ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ അതിന്റെ വക്താവാണെന്നൊന്നും ആർക്കും മനസ്സിലായില്ല. അന്ന് അദ്ദേഹത്തെ എന്തുമാത്രം തെറിവിളിച്ച സംസ്ഥാനമാണെന്ന് ഇന്ന് നമ്മൾ തിരിഞ്ഞു നിന്ന് ഓർക്കണം എന്നാണ് എന്റെ ഒരു ഇന്ന് എനിക്ക് വേദനയോടെ സങ്കടത്തോടെയും പറയാനുള്ളത്. കാരണം നമ്മൾ തള്ളിക്കളഞ്ഞ റിപ്പോർട്ടാണ് കേരളം, നമ്മൾ സ്വീകരിച്ച റിപ്പോർട്ടല്ല ഇത്. നമ്മളെ രക്ഷിക്കാൻ വന്ന ഒരു മനുഷ്യന്റെ ഏറ്റവും കേരളത്തിന് കിട്ടാമെന്ന് വെച്ച് ഏറ്റവും നല്ല ലൈഫ് ലൈൻ റിപ്പോർട്ട് എന്ന് പറയുന്ന റിപ്പോർട്ടിനെ തള്ളിക്കളഞ്ഞ ഒരു സംസ്ഥാനമാണ്. അനുസ്മരിക്കുമ്പോൾ നമ്മൾ അത് ഓർത്തുകൊണ്ട് വേണം ചെയ്യാൻ. ഇന്ന് നമുക്ക് സങ്കടം ഉണ്ടാവും, നാളെ നമ്മൾ പിന്നെയും ഈ രാജ്യത്തിനെ നശിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് തിരിച്ചു പോകും എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം. എനിക്കത് ഇന്നത്തെ ദിവസം അതങ്ങനെ തന്നെ പറയുന്നതിൽ വിഷമമുണ്ട്, പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല. എനിക്ക് ഇന്ന് ഓർമ്മിക്കുമ്പോഴത്തേക്കും PT തോമസ് എന്ന് പറയുന്ന പരിസ്ഥിതിക്ക് വേണ്ടി ശക്തമായി നിന്ന്, അതേപോലെ VM സുധീരൻ, അതേപോലെ ഇടതിലും വലതിലും താങ്കൾ പറഞ്ഞ നേരത്തെ വാദ്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ അതിനകത്തും ഉണ്ടായിരുന്നു ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന. മുല്ലക്കരയെ എനിക്ക് ഓർമ്മയുണ്ട്, ഇതുപോലെ ശക്തമായി ഇതിനു വേണ്ടി വാദിച്ചവർ, ബീനവായി വിശ്വം ഇതിനു വേണ്ടി വാദിച്ചവരുണ്ട്. പക്ഷെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇവരെല്ലാം തന്നെ ഒറ്റപ്പെടുകയും അന്ന് അസംബ്ലിയിൽ PT തോമസ് മാത്രമാണ് ഇറങ്ങിപ്പോയി പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്തത് ഞാൻ ഇന്ന് ഓർക്കുന്നു. പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത്ര ലളിതമായി ജീവിച്ച്
ഇത്രയും നമ്മൾക്ക് ഇന്നും ആ റിപ്പോർട്ട് നമ്മൾ എടുത്ത് പഠിക്കുകയും അതിന് എങ്ങനെയാണ് കേരളത്തിൽ നടപ്പാക്കാൻ പറ്റുന്നതെന്നും അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക. ഇപ്പൊ വെസ്റ്റേൺ ഘാട്സിന്റെ നെറുകെ തന്നെ തുരന്നുകൊണ്ട് നമ്മൾ ടണൽ ഉണ്ടാക്കാൻ പോവുകയാണ്. ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടൽ ഉണ്ടാവുന്ന പ്രദേശത്ത് തന്നെ മാധവ് ഗാഡ്ഗിലിന്റെ റിപ്പോർട്ടിൽ ആ പ്രദേശം തൊടാൻ പോലും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ സസെപ്റ്റബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, വൾനറബിൾ റീജിയൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും തന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ ചെയ്യാൻ പോവുകയാണ്. അപ്പോ ഇദ്ദേഹത്തെ നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു സംസ്ഥാനമായിട്ട് അനുസ്മരിക്കണം, നമ്മൾ അദ്ദേഹത്തെ ഓർക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ, അദ്ദേഹം നമ്മളുടെ മുന്നിൽ തന്ന വഴി നമ്മൾ അതിലൂടെ തന്നെ നടക്കാൻ ശ്രമിക്കണം. ആ റിപ്പോർട്ട് നമ്മൾ ഒന്നുകൂടെ വായിക്കണം, അത് നടപ്പാക്കാൻ ശ്രമിക്കണം. ആ രീതിയിൽ തീർച്ചയായിട്ടും ശ്രീധർ രാധാകൃഷ്ണൻ അത് തന്നെയാണ്. എന്തായാലും അദ്ദേഹം 2011 ഇത്തരത്തിൽ പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതിയെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സംഘം പഠനം നടത്തുന്നത്. അതിനുശേഷം ആ ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള എതിർപ്പുകളൊക്കെ ആ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഉണ്ടാകുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ 2018 പ്രളയത്തിന് ശേഷമാണ്, അല്ലെങ്കിൽ ആ പ്രകൃതിക്ഷോഭങ്ങൾക്ക് ശേഷമാണ് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് കൂടുതൽ അംഗീകരിക്കുന്നതും ആളുകൾ അതിനെക്കുറിച്ച് കൂടുതലായി പഠിച്ചതും, അല്ലെങ്കിൽ ആ കാര്യത്തിൽ ഏറെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ ആളുകൾ മനസ്സിലാക്കിയതും അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും കേരളത്തെ സംബന്ധിച്ച് മാത്രമല്ല രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തീരാനഷ്ടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചിരിക്കുകയാണ്. അദ്ദേഹം രാജ്യം വിവിധ ആദരവ് അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. പത്മശ്രീയും പത്മഭൂഷണും ഒക്കെ ബഹുമതികളൊക്കെ നൽകി ആദരിച്ച ഒരു വ്യക്തിത്വമാണ് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇന്നായിരുന്നു പൂനെയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. ശബരിമല സ്വർണ്ണക്കേസിൽ പത്മകുമാറിൻ്റെയും ഗോവർദ്ധൻ്റെയും ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുകയാണ്. അഡ്വക്കേറ്റ് രാജേഷ് ചേരുന്നു. രാജേഷ്, ഇവിടെ ഈ ഏറെ പ്രധാനപ്പെട്ട കാര്യം, ഈ രണ്ടുപേരും പത്മകുമാറും ഗോവർദ്ധനും പറയുന്നത് സ്വർണ്ണക്കൊള്ളയുമായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്നാണ്. പക്ഷേ SIT പറയുന്നതനുസരിച്ച് ഇവരുടെ മൊഴിയും അതോടൊപ്പം തന്നെ ഇവർ കണ്ടെത്തിയ തെളിവുകളുമൊക്കെ തമ്മിൽ വൈരുദ്ധ്യമുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ ഒരു നിഗമനം. എന്താണ് വിവരങ്ങൾ? ശബരിമലയിൽ സ്വർണ്ണമേ ഉണ്ടായിരുന്നില്ല എന്ന വാദമൊക്കെ ഹൈക്കോടതിയിൽ ഇത് എടുത്തിട്ടുണ്ട്. ഇതിനു മുൻപ് എൻബാസിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോഴാണ് അത് ചെമ്പായിരുന്നു, ഞാൻ ചെമ്പെന്നാണ് രേഖപ്പെടുത്തിയത് എന്നെല്ലാം വാദമൊക്കെ ഉയർത്തുന്നുണ്ട്. പക്ഷേ അത് സ്വർണമായിരുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവ് ഹൈക്കോടതിയിൽ എത്തിയിട്ടുണ്ട്. ഹൈക്കോടതിയിലെ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിൽ ഇത് സ്വർണം പൊതിഞ്ഞിരുന്നു എന്നുള്ളതിന്റെ ക്ലാഡിംഗ് എന്ന് പറയുന്ന ആ സ്വർണം പൊതിഞ്ഞിരുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവ് എത്തിയിരുന്നു. അപ്പൊ ഇവർ സാങ്കേതികമായി ഇവർക്ക് ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അത് ചെമ്പായിരുന്നു എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ സ്വർണം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയാം. എങ്കിൽ പോലും ഇത് കോടതിക്ക് വ്യക്തമായിട്ട് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇത് സ്വർണമാണ് എന്നുള്ളത് പ്രത്യേക അന്വേഷണ സംഘം നൽകുന്ന റിപ്പോർട്ടുകൾ അത് നമുക്ക് പൊതുസമൂഹത്തിലേക്ക് വരുന്നില്ല. അത് കോടതി രഹസ്യമായിട്ടാണ് കാണിക്കുന്നത്. ആ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ബെഞ്ചിലാണ് ഈ പറയുന്ന ഗിമ്മിക്സുകൾ, അതായത് സ്വർണമല്ല ചെമ്പായിരുന്നു, തെളിവില്ലാന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ പ്രത്യേക അന്വേഷണ സംഘം നൽകുന്ന റിപ്പോർട്ടിൽ കൃത്യമായ തെളിവുകൾ, ക്ലീൻ എവിഡൻസ് എന്നാണ് ഹൈക്കോടതി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഈ എവിഡൻസ് ഹൈക്കോടതിയിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വർണമല്ല ചെമ്പായിരുന്നു എന്നൊക്കെ പറയാം എന്നേ ഉള്ളൂ. ഏതായാലും ഈ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ആ ജാമ്യാപേക്ഷയിൽ എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം അതിനെതിരെയുള്ള ജാമ്യം നൽകരുത് എന്ന് പറഞ്ഞിട്ട് ഇന്നലെ തന്നെ അതിന്റെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് കോടതിക്ക്. ഗോവർദ്ധനും ഈ കോടതിയിലെ കേസ് നടക്കുമ്പോൾ പോലും ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും ബാംഗ്ലൂരിൽ വെച്ച് ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് ഇന്നലെ ഹൈക്കോടതിയെ ബോധിപ്പിച്ചിട്ടുള്ളത്. ഈ കേസ് നടക്കുമ്പോൾ പോലും ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്നാണ്. കേസിൽ നിന്ന് രക്ഷപ്പെടാൻ തെളിവ് നശിപ്പിക്കാൻ ഗൂഢാലോചന നടത്തിയെന്നാണ് ഇപ്പോൾ SITയുടെ വാദം. ശരി, എന്തായാലും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പത്മകുമാറിൻ്റെയും ഗോവർദ്ധൻ്റെയും ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരികയാണ്. അഡ്വക്കേറ്റ് രാജേഷാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലായ ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വാദം കേൾക്കും. മുൻകൂർ ജാമ്യാപേക്ഷയുമായി ശ്രീകുമാർ നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ജാമ്യ ഹർജി തള്ളുകയായിരുന്നു. പിന്നാലെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഓഫീസിൽ വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തുടർന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷയിലാണ് ഇന്ന് വാദം കേൾക്കുന്നത്. മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശാനുസരണം ഫയലുകൾ നീക്കുക മാത്രമാണ് താൻ ചെയ്തത് എന്നും കൊള്ളയിൽ തനിക്ക് പങ്കില്ല എന്നും ശ്രീകുമാർ ജാമ്യാപേക്ഷയിൽ പറയുന്നു. അതേസമയം സംഭവം നടന്ന സമയത്തെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനെന്ന നിലയിൽ ശ്രീകുമാറിന് കൃത്യമായ പങ്കുണ്ടെന്നും ജാമ്യം അനുവദിക്കരുത് എന്നുമാണ് പ്രോസിക്യൂഷന്റെ നിലപാട്.
തെരുവുനായ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട ഹർജികളിൽ സുപ്രീം കോടതിയിൽ ഇന്നും വാദം തുടരും. സ്വമേധയെ എടുത്ത കേസ് പരിഗണിക്കുന്നത് ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ചാണ്. വിഷയത്തിൽ മൃഗസ്നേഹികളെ കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു. കടിക്കാതിരിക്കാൻ നായകൾക്ക് കൗൺസിലിംഗ് നൽകാമെന്നും അതുമാത്രമാണ് ഇനി ബാക്കിയുള്ളത് എന്നുമായിരുന്നു വാദത്തിനിടെ കഴിഞ്ഞ ദിവസം കോടതി പരിഹസിച്ചത്. രാജ്യത്തെ തെരുവുനായ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കാൻ ഉതകുന്ന ഉത്തരവ് ഉണ്ടാകുമെന്നാണ് സൂചന. മുനമ്പം തർക്കഭൂമി കേസ് ഇന്ന് വഖഫ് ട്രിബ്യൂണൽ പരിഗണിക്കും. താമസക്കാർക്ക് നോട്ടീസ് നൽകാതെയാണ് ഭൂമി വഖഫ് ലിസ്റ്റിൽ ചേർത്തത് എന്നാണ് വിവരാവകാശ രേഖ. ഇത് ഇന്ന് ട്രിബ്യൂണലിൻ്റെ മുന്നിൽ എത്തുകയാണ്. AT അശ്വതി ചേരുകയാണ്. അശ്വതി, ഗുഡ് മോർണിംഗ്. എന്തായാലും വീണ്ടും മുനമ്പം വിഷയം ട്രിബ്യൂണലിൻ്റെ മുൻപിൽ എത്തുകയാണ്. എന്തായിരിക്കും ഇന്നത്തെ നടപടിക്രമങ്ങൾ? എന്തൊക്കെ കാര്യങ്ങളായിരിക്കും മുന്നോട്ട് വയ്ക്കുക അവർ? ഗുഡ് മോർണിംഗ് ലിജിൻ. ഇന്ന് പ്രധാനമായും ഈ വിവരാവകാശ രേഖ പുറത്തു വന്നതിന് ശേഷമുള്ള ഒരു നിർണായകമായിട്ടുള്ള ഒരു നടപടിയാണ് ഇന്ന് വഖഫ് ട്രിബ്യൂണലിലുള്ളത്. അതായത് ഈ സമരസമിതി, മുനമ്പം സമരസമിതി ഈ വിവരാവകാശ രേഖ ട്രിബ്യൂണലിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അവിടെ സബ്മിറ്റ് ചെയ്യുകയുമാണ് ഇന്ന് പ്രധാനമായിട്ടുണ്ടാവുക. അതിനുശേഷം അത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ വഖഫ് ട്രിബ്യൂണലിൻ്റെ ഒരു തീരുമാനമുണ്ടാകും. ഇതിൽ വിവരാവകാശ രേഖയിൽ പറയുന്നത് ഇത്തരത്തിലാണ്. ഈ വഖഫ് ലിസ്റ്റിൽ ചേർത്ത സമയത്ത്, ഈ മുനമ്പം ഭൂമി വഖഫ് ലിസ്റ്റിൽ വഖഫായി ചേർത്ത സമയത്ത് അത് സംബന്ധിച്ച് അവിടുത്തെ സ്ഥിര താമസക്കാർക്ക് നോട്ടീസ് നൽകിയിരുന്നില്ല. അത് നടപടിക്രമത്തിൻ്റെ ലംഘനമാണ് എന്നതാണ് വിവരാവകാശ രേഖയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇത് വഖഫ് ഭൂമിയാണോ, വഖഫ് ലിസ്റ്റിൽ ചേർത്തതിന് നിയമസാധുതയുണ്ടോ എന്നതാണ് അടിസ്ഥാനപരമായിട്ട് ഈ മുനമ്പം വിഷയത്തിൽ ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. നിലവിൽ സുപ്രീം കോടതിയിലടക്കം ഈ മാസം കേസ് പരിഗണിക്കാനിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത് തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് വഖഫ് ബോർഡ് നൽകിയിരിക്കുന്ന വിവരാവകാശ മറുപടി ലഭ്യമാകുന്നത്. അത് ആണ് ഇന്ന് വഖഫ് ട്രിബ്യൂണലിൻ്റെ ശ്രദ്ധയിൽ വരിക. അതോടൊപ്പം ഇത് വഖഫ് ബോർഡാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള ഈ വിവരം നൽകിയിരിക്കുന്നത്. മാത്രമല്ല, അന്ന് ഫറൂഖ് കോളേജിനോട് മാത്രമാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചത് എന്നതാണ്, അവർ മാത്രമാണ് ഇത് അറിയിച്ചത് എന്നും ഈ വിവരാവകാശ രേഖയിലുണ്ട്. അതായത് വളരെ ഏകപക്ഷീയമായിട്ടാണ് ഇതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. അതുകൊണ്ട് തന്നെ ആ നടപടിക്രമങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇന്ന് മുനമ്പം നിവാസികൾ വഖഫ് ട്രിബ്യൂണലിനെ സമീപിക്കുക. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ വിവരാവകാശ രേഖയാണ്. എന്തായാലും ഈ വിവരാവകാശ രേഖ വളരെ നിർണായകമായിരിക്കും. വഖഫ് ബോർഡിന് മറ്റേതെങ്കിലും തരത്തിലുള്ള മറുപടികൾ ഉണ്ടെങ്കിൽ അത് ഈ വിവരാവകാശ രേഖയെ മുൻനിർത്തി ചോദ്യം ചെയ്യാനും സാധിക്കുന്നതാണ്. ലിജിൻ, ശരി. ഇന്നലെ മുനമ്പം തർക്കഭൂമി കേസ് ഇന്ന് വഖഫ് ട്രിബ്യൂണൽ പരിഗണിക്കുകയാണ്. AT അശ്വതിയാണ് വിവരങ്ങൾ നൽകിയത്. വയറ്റിൽ കത്രിക വെച്ച് തുന്നിയ സംഭവത്തിൽ തുടർച്ചയായി നീതി നിഷേധം അനുഭവിക്കുന്ന ഹർഷിന KK ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വസതിക്ക് മുന്നിൽ സമരത്തിന് ഹർഷിന സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി 28-ന് ആരോഗ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ഉപവാസ സമരം നടത്തുമെന്ന് സമരസമിതി അറിയിച്ചു. 104 ദിവസം തുടർച്ചയായി കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ സമരം നടത്തിയതിന്റെ ഫലമായി പോലീസ് കേസ് അന്വേഷിക്കുകയും കുറ്റപത്രം സമർപ്പിച്ച് നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ പ്രതികൾക്ക് ഹൈക്കോടതിയിൽ നിന്നും സ്റ്റേ ലഭിക്കാൻ സാഹചര്യമൊരുക്കിയത് പ്രോസിക്യൂഷന്റെ പരാജയമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർഷിന വീണ്ടും സമരത്തിന് ഒരുങ്ങുന്നത്. ഡൽഹി തുർക്ക്മാൻ ഗേറ്റിലെ ഒഴിപ്പിക്കലിനിടെ പോലീസിനെ ആക്രമിച്ചവരെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതം. 50 പേരെ തിരിച്ചറിഞ്ഞു. സമാജ്വാദി പാർട്ടി നേതാക്കളും സംഭവ സമയത്ത് പ്രദേശത്തുണ്ടായിരുന്നതായി ഡൽഹി പോലീസ് പറയുന്നു. ഗൂഢാലോചന ഉൾപ്പെടെ പരിശോധിക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ഡൽഹി ഹൈക്കോടതി ഉത്തരവ് പ്രകാരം കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയാണ് സയ്യിദ് ഫൈസ് ഇലാഹി മസ്ജിദിനോട് ചേർന്നുള്ള കയ്യേറ്റം ഒഴിപ്പിച്ചത്. ഒഴിപ്പിക്കുന്നതിനിടെ പോലീസിന് നേരെ കല്ലേറ് നടന്നിരുന്നു. കല്ലേറിൽ 5 പോലീസുകാർക്ക് പരിക്കേറ്റു. സംഘർഷത്തിൽ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. നടൻ വിജയുടെ ആരാധകർക്ക് നിരാശ. വിജയുടെ അവസാന ചിത്രമായ ജനനായകൻ നാളെ തിയേറ്ററുകളിൽ എത്താൻ സാധ്യതയില്ല. റിലീസ് മാറ്റിവെച്ചതായി നിർമ്മാതാക്കളായ KBN പ്രൊഡക്ഷൻസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പുതിയ തീയതി പിന്നീട് അറിയിക്കും. സിനിമയുടെ സെൻസർ സർട്ടിഫിക്കറ്റിനായി നിർമ്മാതാക്കൾ നൽകിയ ഹർജിയിൽ നാളെ രാവിലെ മാത്രമേ വിധിയുണ്ടാകൂ. ഇതിനുശേഷം മാത്രമായിരിക്കും റിലീസിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. ഇനി വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ K ദിലീപ് ചേരുകയാണ്. ദിലീപ്, എങ്ങനെയായിരിക്കും ഇന്ന് ഓഹരി വിപണിയിലുണ്ടാകുന്ന മാറ്റം? ഏത് രീതിയിലായിരിക്കും ഇന്നത്തെ വ്യാപാരം ആരംഭിക്കുക? ഇന്ന് നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. കഴിഞ്ഞ 2 ദിവസമായി വിപണിയിൽ നഷ്ടം ആവർത്തിക്കുക തന്നെയാണ്. ഇനി ഈ ഒരു നിലവാരത്തിൽ വിപണി ക്രമപ്പെട്ടതിന് ശേഷം മാത്രമേ മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യത കാണുന്നുള്ളൂ.
മുൻനിര ഓഹരി സൂചികയായി നിഫ്റ്റി 26,250 എന്നുള്ള നിലവാരമാണ് ഒരു പ്രതിരോധ നിലവാരമായി കാണുന്നത്. ആ ഒരു നിലവാരം മറികടന്ന വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ തുടർച്ചയായി മുന്നോട്ട് നീങ്ങുമെന്നുള്ള പ്രതീക്ഷയുള്ളൂ. മറിച്ചാണെങ്കിൽ 26,000 എന്നുള്ള നിലവാരമാണ് താഴേക്ക് ഒരു അടിസ്ഥാന നിലവാരമായി കണക്കാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിട്ടുള്ള വിൽപ്പനയ്ക്കിടയിലും രണ്ടാം നിര ചെറുകിട ഓഹരികളിൽ നേരിയ തോതിലുള്ള ഒരു നിക്ഷേപ താല്പര്യം പ്രകടമായിരുന്നു. ആഭ്യന്തര തലത്തിൽ ഇനി വിപണിയെ സ്വാധീനിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ തന്നെയായിരിക്കും. അടുത്ത ആഴ്ച മുതൽ കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ വന്നു തുടങ്ങും. അതിൻ്റെ ഒരു സ്വാധീനമായിരിക്കും ഇനി വിപണിയിൽ ഉണ്ടാകാൻ പോകുന്നത്. മറ്റൊന്ന്, ആഗോള തലത്തിൽ US വിപണികളിൽ ഇന്നലെ സമ്മിശ്രമായിരുന്നു. യൂറോപ്പിലും ഇന്നിപ്പോൾ ഏഷ്യൻ വിപണികളിലും സമ്മിശ്രമായാണ് വ്യാപാരം നടക്കുന്നത്. US-ന്റെ ബന്ധപ്പെട്ട് ഇന്ത്യയുടെ താരിഫ് നിർണയത്തിൽ പുതിയ സൂചനകൾ ലഭിക്കുന്നത് വിപണിയെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നുണ്ട്. US-ന്റെ ഭാഗത്തു നിന്നുമുണ്ടായിട്ടുള്ള ഒരു ഇന്ത്യയുമായിട്ടുള്ള ഒരു സമവായം ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ ഇനി വിപണി മുന്നോട്ട് നീങ്ങാനുള്ള ഒരു സാധ്യതയായിട്ട് ആഗോളതലത്തിൽ പ്രതീക്ഷിക്കാവുന്നത്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ തുടരുന്ന വിൽപ്പനയും ഒരു തരത്തിൽ വിപണിയെ പ്രതിരോധത്തിലാക്കുന്നത്. കഴിഞ്ഞ ദിവസവും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ അറ്റ വിൽപ്പനയിൽ തന്നെയായിരുന്നു. ചെറുകിട നിക്ഷേപകർ വിപണിയുടെ ഓരോ ഉയർന്ന നിലവാരത്തിൽ ലാഭമെടുക്കുന്നതും വിപണിയുടെ വീഴ്ചയുടെ ആക്കം കൂട്ടുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും വിപണിയിൽ വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കണം. ഇന്ന് നഷ്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. അതാണ് ഇന്ന് ഓഹരി വിപണിയിലുണ്ടാകുന്ന മാറ്റം. ദിലീപായിരുന്നു വിവരങ്ങൾ പങ്കുവച്ചത്. കേരളത്തിലെ പ്രമുഖ ജ്വല്ലറി ബ്രാൻഡായ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഗൾഫിലെ ആദ്യ ഷോറൂം ദുബായ് അൽ കോയ്സിലെ മദീന മാളിൽ പ്രവർത്തനം തുടങ്ങി. ഷോറൂം ഉദ്ഘാടനം മേജർ ഡോക്ടർ ഒമർ മുഹമ്മദ് സുബൈർ മുഹമ്മദ് അൽ മർസൂഖി നിർവഹിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആകർഷകമായ ഓഫറുകൾ നൽകുന്നുണ്ട്. വൈവിധ്യമാർന്ന ആഭരണങ്ങൾ കുറഞ്ഞ പണിക്കൂലിയിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രാജകുമാരി UAE-യിൽ ഷോറൂം തുടങ്ങിയത്. മറ്റ് GCC രാജ്യങ്ങളിലേക്ക് കൂടി പ്രവർത്തനം വ്യാപിപ്പിക്കാനാണ് രാജകുമാരി ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത്. സദേൺ ഡയറി ആൻഡ് ഫുഡ് കോൺക്ലേവിന് കോഴിക്കോട് ഇന്ന് തുടക്കമാകും. 3 ദിവസങ്ങളിലായി കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന കോൺക്ലേവിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നയരൂപകർത്താക്കൾ, മുതിർന്ന ഉദ്യോഗസ്ഥർ, വ്യവസായ പ്രമുഖർ, സാങ്കേതിക വിദഗ്ധർ, ഗവേഷകർ, സംരംഭകർ, ക്ഷീര കർഷകർ തുടങ്ങി 2000-ലേറെ പേർ പങ്കെടുക്കും. ദക്ഷിണേന്ത്യയിലെ 6 സംസ്ഥാനങ്ങളിലെ ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിമാർ ഒത്തുചേർന്ന് ഉദ്ഘാടനം നിർവഹിക്കുന്നു എന്ന പ്രത്യേകതയും കോൺക്ലേവിനുണ്ട്. Powered by Dhanalakshmi Bank, banking on relationships forever. ശബരിമലയിൽ അയ്യപ്പ ഭക്തരുടെ തിരക്ക് തുടരുകയാണ്. ഇന്നലെ രാത്രി 11 മണിവരെ 9,000-ത്തിലധികം ഭക്തരാണ് ദർശനം നടത്തിയത്. രാവിലെ നട തുറന്ന് ഇതുവരെ 22,000-ത്തിലധികം ഭക്തർ ദർശനം നടത്തിയിട്ടുണ്ട്. രജിത് കുമാർ ചേരുകയാണ്. രജിത്ത്, ഓരോ ദിവസം കഴിയും തോറും ശബരിമലയിൽ ഈ ഭക്തരുടെ എണ്ണം കൂടി വരുന്നു. ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും അവർക്ക് സുഗമമായ രീതിയിൽ അയ്യപ്പ ദർശനം നടത്താൻ സാധിക്കുന്നുമുണ്ട്. ഇന്നും ഈ ഭക്തരുടെ എണ്ണത്തിൽ വലിയ വർധനവ് തന്നെയല്ലേ പ്രതീക്ഷിക്കുന്നത്? ലിജിൻ, ശബരിമലയിൽ മകരവിളക്കിന് നട തുറന്നതിന് ശേഷം അയ്യപ്പ ഭക്തരുടെ തിരക്ക് ഒരേ രീതിയിൽ തന്നെ തുടരുന്നു എന്നാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി 90,000-ഓളം അയ്യപ്പ ഭക്തർ, അത് കഴിഞ്ഞ 4 ദിവസമായി 1,00,000-ന് മുകളിലേക്ക് അയ്യപ്പ ഭക്തരുടെ ദർശനത്തിനെത്തുന്ന അയ്യപ്പ ഭക്തരുടെ തിരക്ക് തുടരുന്നു എന്നാണ്. ഇന്നലെ മാത്രം 91,333 അയ്യപ്പ ഭക്തരാണ് 11 മണി വരെ ദർശനം നടത്തി 18-ാം പടി കയറി ദർശനം നടത്തിയിരിക്കുന്നത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഏറ്റവും പ്രധാനം, ഓരോ ദിവസവും അയ്യപ്പ ഭക്തരുടെ തിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോഴും രാവിലെ മുതൽ തന്നെ അയ്യപ്പ ഭക്തരുടെ തിരക്ക് തുടരുകയാണ്. അത് ശബരിപീഠം വരെ, ശബരിപീഠത്തിന് താഴെ വരെ അയ്യപ്പ ഭക്തരുടെ നീണ്ട നിര തുടരുന്നു. അത്ര മണിക്കൂറുകൾ കാത്തുനിന്നതിന് ശേഷമാണ് അയ്യപ്പ ഭക്തർ ഇന്നും ദർശനം നടത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും ഇത് തന്നെയായിരുന്നു സ്ഥിതി. ഏകദേശം 6 മണിക്കൂറിന് മുകളിൽ അയ്യപ്പ ഭക്തർ ദർശനം നടത്താൻ വേണ്ടി മാത്രം കാത്തു നിൽക്കേണ്ട ഒരു സ്ഥിതിയാണ് ഇപ്പോൾ തുടരുന്നത്. നിലവിൽ ഇപ്പോൾ 18-ാം പടി വഴി കയറുന്ന അയ്യപ്പ ഭക്തരുടെ കണക്കനുസരിച്ചാണ് ശബരിമലയിൽ ദർശനത്തിനെത്തുന്ന അയ്യപ്പ ഭക്തരുടെ കണക്കുകൾ കണക്കാക്കുന്നത്. 73 പേരാണ് മിനിറ്റിൽ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ശബരിമലയിൽ ദർശനത്തിന് 18-ാം പടി കയറുന്നത്. അത് 10 മിനിറ്റിൽ ഏകദേശം 800-നടുത്ത്
199 അയ്യപ്പ ഭക്തർ കയറുന്നുണ്ട് എന്ന കണക്കാണ് ഇവർ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തുതന്നെയായാലും ഈ കയറുന്ന ആളുകളുടെ എണ്ണം അനുസരിച്ചായിരിക്കും ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുന്നത് തന്നെ ഉണ്ടാവുക. ഇപ്പോൾ പമ്പയിൽ നിന്നടക്കം രാവിലെ പമ്പയിൽ നിന്നും അയ്യപ്പ ഭക്തരെ നിയന്ത്രിച്ചാണ് കടത്തിവിട്ടിരുന്നത്. ഈ പമ്പയിൽ നിയന്ത്രിക്കുന്ന സമയത്ത് തന്നെ അത് നിലയ്ക്കലേക്കും തുടരുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ കൂടുതൽ സമയവും അനൗൺസ്മെന്റ് അടക്കം പോകുന്നുണ്ട്. കൂടുതൽ അയ്യപ്പ ഭക്തരുടെ തിരക്ക് വർദ്ധിക്കുന്നതിനാൽ സന്നിധാനത്ത് നിന്നും അയ്യപ്പ ഭക്തർ വളരെ വേഗത്തിൽ ദർശനം നടത്തി മടങ്ങണം എന്ന അനൗൺസ്മെന്റ് അടക്കം തുടരുകയാണ്. അത്തരത്തിൽ ശബരിമലയിൽ ദർശനത്തിനെത്തുന്ന അയ്യപ്പ ഭക്തരുടെ തിരക്ക് വർദ്ധിച്ചു തന്നെ തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. നിലവിലിപ്പോൾ ഈ ഒരു അയ്യപ്പ ഭക്തരുടെ തിരക്ക് തുടരുക തന്നെ ചെയ്യും. ഒരുപക്ഷെ മകരവിളക്ക് വരെ ഈ രീതിയിൽ തുടരാൻ തന്നെയാണ് സാധ്യതയുള്ളത്. ശരി, എന്നാലും ശബരിമലയിൽ ഭക്തരുടെ എണ്ണം വർദ്ധിക്കുന്നു, അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. രജിത്താണ് വിവരങ്ങൾ നൽകിയത്. നെൽകൃഷിയെ നെഞ്ചോട് ചേർത്ത് ഇടുക്കി അടിമാലി പഞ്ചായത്തിലെ കുഞ്ചിപ്പെട്ടി ഉന്നതി. കുഞ്ചിപ്പെട്ടി പാടശേഖരത്ത് 40 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് നെൽകൃഷി ഇറക്കിയത്. നെല്ല് കൊയ്തെടുത്ത് പാടത്ത് വെച്ച് തന്നെ യന്ത്രസഹായത്തോടെ മെതിച്ചെടുക്കുന്ന ജോലികൾ ഇവിടെ നടന്നു വരികയാണ്. കറ്റമെതിക്കാനുള്ള യന്ത്രമെത്തിയതോടെ ഇടുക്കി അടിമാലി കുഞ്ചിപ്പെട്ടി ഉന്നതിയിലെ നെൽകർഷകർ ഏറെ സന്തോഷത്തിലാണ്. പട്ടികവർഗ വികസന വകുപ്പാണ് കർഷകർക്ക് തുണയായി എത്തിയത്. മെതിയന്ത്രങ്ങൾ എത്തിയതോടെ പണിക്കൂലി ലാഭിക്കാനും കൃഷിജോലികൾ എളുപ്പമുള്ളതാക്കി മാറ്റാനും കഴിഞ്ഞുവെന്ന് കർഷകർ പറയുന്നു. ആദ്യം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്തുകളിൽ ഏറ്റവും കൂടുതൽ ഇതായിരുന്നു, പണിക്കൂലി കൂടുതലും വരുമാനം കുറവും എന്ന രീതിയിലായിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് ഒരുപോലെ വരുമാനം കുറവാണെങ്കിൽ പോലും നമുക്ക് പണിക്കൂലി ലാഭിക്കാൻ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് പണിക്കൂലി തന്നെ വളരെയധികം കുറവ് വന്നിട്ടുണ്ട്. കാടുവെട്ടി യന്ത്രം, പമ്പ് സെറ്റ്, കൊയ്ത്ത് യന്ത്രം എന്നിവ ലഭിച്ചതോടെ നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ജോലികൾ കർഷകർക്ക് കൂടുതൽ എളുപ്പമായി. കുഞ്ചിപ്പെട്ടി പാടശേഖരത്ത് 40 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് നെൽകൃഷി ഇറക്കിയത്. കഴിഞ്ഞ വർഷം വിപണിയിലിറക്കിയ കുഞ്ചിപ്പെട്ടി ബ്രാൻഡ് അരി കൂടുതലായി ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമത്തിലാണിവർ. നെല്ലുകുത്തി അരിയാക്കുന്നതിനുള്ള മില്ല് ഉടൻ തന്നെ ഉന്നതിയിൽ പ്രവർത്തനം ആരംഭിക്കും. പ്രദേശത്ത് വനം വകുപ്പിന്റെ തരിശായി കിടക്കുന്ന ഭൂമി വിട്ടു നൽകിയാൽ ഇവിടെ പരമ്പരാഗത കൃഷികൾ വ്യാപിപ്പിക്കാനാകുമെന്നും പാടശേഖര സമിതി പറയുന്നു. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. സാമൂഹ്യ വിരുദ്ധരെ കൊണ്ട് ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ് ഇടുക്കി രാജാക്കാട് സ്വദേശികളായ ഓട്ടോ തൊഴിലാളി രാജേഷും കുടുംബവും. രാജേഷിന്റെ ഏക വരുമാന മാർഗമായ ഓട്ടോറിക്ഷ 3 തവണയാണ് സാമൂഹ്യ വിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചത്. 3 തവണയും പോലീസിൽ പരാതി നൽകിയിട്ടും അന്വേഷണം എങ്ങും എത്തിയിട്ടുമില്ല. തൊഴിൽ ചെയ്ത് ജീവിക്കാൻ നീതി തേടി അലയുകയാണ് രാജാക്കാട് മുല്ലക്കാനത്തെ ചൂഴിക്കരയിൽ രാജേഷ് എന്ന ഓട്ടോറിക്ഷ തൊഴിലാളി. കടം വാങ്ങിയും CC ഇട്ടുമെടുത്ത 3 ഓട്ടോറിക്ഷകളാണ് സാമൂഹ്യവിരുദ്ധർ ഒന്നിനു പുറകെ ഒന്നായി അഗ്നിക്കിരയാക്കിയത്. ഓരോ തവണയും പരാതി നൽകും, പോലീസ് അന്വേഷണം നടത്തും, എങ്ങുമെത്താതെ അവസാനിപ്പിക്കും. ആദ്യ ഓട്ടോറിക്ഷ കത്തിച്ചപ്പോൾ പോലീസ് നിർബന്ധിച്ച് പരാതി പിൻവലിപ്പിച്ചു. പിന്നീടും ആവർത്തിച്ചതോടെ ഇടുക്കി SP-ക്കും മുഖ്യമന്ത്രിക്കുമടക്കം പരാതി നൽകി. എന്നിട്ടും ഫലമുണ്ടായില്ല. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഡിസംബറിൽ ഹെൽമറ്റ് ധരിച്ച് കുട ചൂടിയെത്തിയയാൾ ഓട്ടോറിക്ഷ തീയിട്ട് നശിപ്പിച്ചു. ഇതിന്റെ CCTV ദൃശ്യങ്ങളും പോലീസിന്റെ കയ്യിലുണ്ട്. എന്നിട്ടും പ്രതിക്കായി പോലീസ് ഇരുട്ടിൽ തപ്പുന്നു. പ്രതികളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിട്ടും കേസന്വേഷണം അട്ടിമറിക്കുന്നുവെന്നാണ് രാജേഷിന്റെ ആരോപണം. ആദ്യം ഒരാഴ്ച കൊണ്ടൊക്കെ നല്ല രീതിക്ക് അന്വേഷണം മുമ്പോട്ട് പോയാണ്. പിന്നെ ഏതോ ഞാൻ പ്രതികളിൽ നിന്ന് സംശയിക്കുന്ന ആളുകളിൽ നിന്ന് രാഷ്ട്രീയപരമായോ സാമ്പത്തികപരമായോ കൈപ്പറ്റിക്കൊണ്ട് അവർ അന്വേഷണം അട്ടിമറിക്കുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. സമീപത്തുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിനോ ഓട്ടോറിക്ഷ കത്തിച്ചയാളെത്തിയ വാഹനം കണ്ടെത്തുന്നതിനോ പോലീസ് യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. ഏക വരുമാനം നിലച്ചതോടെ മരുന്ന് വാങ്ങാൻ പോലും പണമില്ലാതെ ദുരിതത്തിലാണ് രാജേഷും കുടുംബവും. പോലീസിൽ നിന്ന് നീതി ലഭിക്കാത്ത സാഹചര്യത്തിൽ അന്വേഷണം മറ്റൊരു ഏജൻസിയെ ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഇവർ. അമൃത ന്യൂസ്, ഇടുക്കി. സ്പാനിഷ് ലീഗിൽ അത്ലറ്റിക് ക്ലബിനെ തകർത്ത് ബാഴ്സലോണ ഫൈനലിൽ. എതിരില്ലാത്ത 5 ഗോളുകൾക്കാണ് വിജയം. ഇരട്ട ഗോൾ നേടിയ റഫീഞ്ഞോ ആണ് ബാഴ്സയ്ക്ക് വിജയമൊരുക്കിയത്. T20 ലോകകപ്പ് തുടങ്ങാൻ ആഴ്ചകൾ മാത്രം ശേഷിക്കെ ബംഗ്ലാദേശിന്റെ പ്രാതിനിധ്യം സംബന്ധിച്ച് അനിശ്ചിതത്വം തുടരുകയാണ്. ഇന്ത്യയിലെ മത്സരങ്ങളിൽ പങ്കെടുക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റെക്കോർഡ് തുകയ്ക്ക് സ്വന്തമാക്കിയ ബംഗ്ലാദേശ് പേസർ മുസ്തഫിസുർ റഹ്മാനെ ടീമിൽ നിന്നും പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പ്രതിസന്ധി ആരംഭിച്ചത്. ബംഗ്ലാദേശിലെ സംഘർഷ സാഹചര്യങ്ങളെ തുടർന്നായിരുന്നു BCCIയുടെ തീരുമാനം. ഇതിന് പിന്നാലെ ഇന്ത്യ വേദിയായ തങ്ങളുടെ മത്സരങ്ങൾ ശ്രീലങ്കയിലേക്ക് മാറ്റണമെന്ന് BCB ആവശ്യപ്പെട്ടെങ്കിലും ICC തള്ളിയിരുന്നു. രാജ്യത്തിന്റെ അന്തസ്സ് പണയപ്പെടുത്തില്ല എന്ന് BCB അറിയിച്ചു. സുരക്ഷാ പ്രശ്നങ്ങൾ ഗൗരവമായി കാണണമെന്ന് ആവശ്യപ്പെട്ട് ബംഗ്ലാദേശ് ICCക്ക് വീണ്ടും കത്തെഴുതാൻ ഒരുങ്ങുകയാണ്.
പ്രശസ്ത ഇംഗ്ലണ്ട് ഫുട്ബോളറും മുൻ ടോട്ടൻഹാം താരവുമായ മാർട്ടിൻ ചിവേഴ്സ് അന്തരിച്ചു. 80 വയസ്സായിരുന്നു. ടോട്ടൻഹാമിനായി 367 മത്സരങ്ങളിൽ നിന്നും 174 ഗോളുകൾ നേടിയിട്ടുണ്ട്. ക്ലബിന് 2 തവണ ലീഗ് കപ്പും യുവേഫ കപ്പും നേടാൻ അദ്ദേഹം സഹായിച്ചു. ഇംഗ്ലണ്ടിനായി 24 മത്സരങ്ങളിൽ നിന്നും 13 ഗോളുകളും മാർട്ടിൻ ചിവേഴ്സ് നേടിയിട്ടുണ്ട്. മാൾട്ടയ്ക്കെതിരെയായിരുന്നു ചിവേഴ്സിന്റെ ഇംഗ്ലണ്ട് അരങ്ങേറ്റം. ആദ്യത്തെ 8 മത്സരങ്ങളിൽ നിന്നായിരുന്നു 7 ഗോളുകൾ സ്വന്തമാക്കിയത്. 1974 ലോകകപ്പിന് യോഗ്യത നേടാൻ ഇംഗ്ലണ്ടിന് കഴിയാതെ പോയ 1-1 എന്ന നിലയിൽ അവസാനിച്ച പോളണ്ടിനെതിരെ ആയ മത്സരമായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന അന്താരാഷ്ട്ര മത്സരം. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.